ഈ സെഷൻ്റെ വിശദീകരണത്തിനായി കൊടകര ബ്ലോക്കിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്തും കിലയും കൂടി സംഘടിപ്പിച്ചിട്ടുള്ള കോൺക്ലേവിൻ്റെ അവസാന ഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ സെക്ഷനിൽ ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ ഇവരുടെ അനുഭവങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ്. ഇനിയും ഒരു സംരംഭം തുടങ്ങുന്നതിന് ഏറ്റവും അത്യാവശ്യം അവരുടെ മുൻപ് ചെയ്തവരുടെ എക്സ്പീരിയൻസ് തന്നെയാണ്. അത് വീണ്ടും നമ്മൾക്ക് പങ്കുവയ്ക്കാനും എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജിത രാജീവ്, ഇതിലെ പാനലിസ്റ്റുകളായിട്ടുള്ള ഡോക്ടർ ബിജു കെ, ഡോക്ടർ സിന്ധു, മിസ് രാജാത്തി ജോൺസൺ, മിസ് രാജ്പ്രിയ രാജീവ്, ശ്രീ അജി. ഷീ വർക്ക് സ്പേസ് എന്ന ആശയത്തെ, സ്വപ്നത്തെ സിദ്ധാന്തവൽക്കരിക്കുക എന്നുള്ളത് കൂടി ഈ ഒരു ഷീ ഹൈവിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഈ പരിപാടിയെക്കുറിച്ചിട്ട്, ഈ ഇൻ്റർനാഷണൽ കോൺക്ലേവിനെ കുറിച്ചിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സർവകലാശാലകൾക്ക്, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നമ്മൾ ഇതിനെക്കുറിച്ചിട്ടുള്ള അറിയിപ്പുകൾ നൽകിയിരുന്നു. പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രൊഫസേഴ്സിനെ, സർവകലാശാലകളിലെ ഗവേഷണ വിദ്യാർത്ഥികളെയൊക്കെ ക്ഷണിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട, ഇതിനെ സിദ്ധാന്തവൽക്കരിച്ചുകൊണ്ട് തിയറൈസ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സെഷനാണ്. ഒരുപക്ഷെ കഴിഞ്ഞ സെഷനിൽ തന്നെ അത് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഒരുപക്ഷെ എക്സ്പീരിയൻസിൽ നിന്നാണ് ഷെയർ ചെയ്തെങ്കിൽ പോലും അതിനുള്ളിൽ തന്നെ ഈ ഒരു ഷീ വർക്ക് സ്പേസിൻ്റെയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ബഹുമാനപ്പെട്ട ഗവേഷക വിദ്യാർത്ഥികളും പ്രൊഫസേഴ്സും നിങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും ഒരു 10 മിനിറ്റാണ് സമയമുള്ളത്. അതിനുശേഷം നമുക്ക് ഇൻട്രാക്ഷനുള്ള സമയം ഉണ്ടാവും. എൻ്റെ ഇടയ്ക്ക് മിനിസ്റ്ററും വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമ്മുടെ ആദ്യത്തെ പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്ന ഡോക്ടർ ബിജു കെ ആണ്. സാറൊന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് സാർ തുടങ്ങിക്കോളൂ. ഓക്കെ. Respected Chair, Moderator, and my dear friends. എൻ്റെ പേര് ബിജു എന്നാണ്. തമിഴ്നാട് കേന്ദ്ര സർവകലാശാലയിലെ വിദ്യാഭ്യാസ വിഭാഗത്തിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ഷീ ഹൈവ് എന്ന ഈ ഇൻ്റർനാഷണൽ കോൺക്ലേവിലേക്ക് എന്നെ എത്തിച്ചത് ഇതിൻ്റെ പേര് തന്നെയാണ്. പേരിനപ്പുറത്തേക്ക് തമിഴ്നാട് സർവകലാശാലയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും കേരളത്തിലാണ് ജനിച്ചത്, വളർന്നത്. കേരളമാണ് എന്നെ ഇങ്ങനെ ആക്കി തീർത്തത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പ്രാപ്തനാക്കിയത് എന്നതിൻ്റെ ഭാഗമായി തന്നെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസവും സാംസ്കാരിക സാമൂഹികപരമായ വിഷയങ്ങളെ ഒബ്സർവ് ചെയ്യാനും പറ്റാവുന്ന രീതിയിൽ വിശകലനം ചെയ്യാനും ശ്രമിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സംരംഭത്തെക്കുറിച്ച് കേട്ടപ്പോൾ മനസ്സിലുദിച്ച ഒരു ചോദ്യം, നമുക്കറിയാം, നേരത്തെ സെഷനിൽ പറഞ്ഞ് നിർത്തിയ ഒരു കാര്യം, ടെക്നോളജിയാണ് അടുത്തത്, അല്ലെങ്കിൽ എഡ്ടെക് അല്ലെങ്കിൽ ടെക്, വിമൻ ഇൻ ടെക്. ലോകത്തിലെ മിക്കവാറും ഏത് ചർച്ചകൾ എടുത്തു നോക്കിയാലും ചർച്ചകളൊക്കെ വിരൽ ചൂണ്ടുന്നത് ടെക്നോളജിയിലേക്ക് തന്നെയാണ്. ഞാൻ നേരത്തെ രാജേഷ് മാഷോട് സംസാരിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചൊരു കാര്യം ഇതാണ്: ഈ ടെക്നോളജിയിലേക്ക് ഉൾപ്പെടാത്ത സ്ത്രീകളെ നമ്മൾ ഈ ഷീ സ്പേസിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ കുടുംബശ്രീ എന്നും കുടുംബശ്രീയായും, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന മറ്റ് പല മേഖലകളിലെയും സ്ത്രീകൾ അതേ രീതിയിൽ നിലനിൽക്കേണ്ടവരാണോ? അല്ലെങ്കിൽ ഈ ഷീ സ്പേസ് എന്ന് പറയുന്നൊരു ആശയം
സ്ത്രീകളെ മൊത്തത്തിൽ ശാക്തീകരിക്കുന്നതിന് പകരം വീണ്ടും ശ്രേണീതരത്തിലുള്ള ശാക്തീകരണത്തിലേക്ക് നയിച്ചേക്കുമോ എന്നുള്ളൊരു ഭയം ആദ്യം തന്നെ അവതരിപ്പിക്കട്ടെ. ഇത് വിമർശനമല്ല, സ്വയം വിമർശനം മാത്രമാണ്. കാരണം ഞാൻ അഭിമാനിക്കുന്നു ഇവിടെ നിൽക്കുന്നതിൽ. ജനാധിപത്യ പ്രക്രിയയിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പ്രാദേശിക ഗവൺമെൻറ് നമ്മുടെ മുന്നിൽ കോർപ്പറേറ്റുകൾ മാത്രം കാണിച്ചു തന്ന, പലരിൽ നിന്നും അപ്രാപ്യമായി നിലനിർത്തിയിരുന്ന ഒരു വലിയ ആശയത്തെ ജനകീയ പങ്കാളിത്തത്തോടു കൂടി, ഇപ്പോൾ നേരത്തെ വീഡിയോ പറഞ്ഞ കൺവെർജൻസ് മനസ്സിൽ വെക്കുകയാണെങ്കിൽ, ജനകീയ പങ്കാളിത്തത്തോടു കൂടി ഓരോരുത്തർക്കും ഇത് നമ്മുടേതാണ് എന്ന് തോന്നത്തക്ക രീതിയിൽ അല്ലെങ്കിൽ അനുഭവിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംരംഭം പല ഘട്ടങ്ങളിലായി കേരളത്തിലെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ നടപ്പിലാക്കപ്പെടുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ്. അത് വെറും 7 നിലയിലുള്ള ബിൽഡിംഗ് എന്നതിനപ്പുറത്തേക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു നമ്മളിവിടെ കൂടിയിരിക്കുന്നവരുടെ ഉത്തരവാദിത്തം. അതിൻ്റെ ബ്ലൂ പ്രിൻറ്റും അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ പദ്ധതി രേഖകളൊക്കെ റെഡിയാണ്. ഇനി അങ്ങോട്ട് നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ഇംപ്ലിമെൻറ്റേഷനിലാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. തീർച്ചയായും ഇംപ്ലിമെൻറ്റേഷനിൽ തന്നെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ പ്രൊജക്റ്റിൻ്റെ പല ഭാഗങ്ങളും നമ്മൾ അറിയാതെ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം പല ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോഴാണ്, ഇപ്പോൾ നേരത്തെ ആരോ ട്രാൻസ്ജെൻഡറിൻ്റെ ഒരു കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് വ്യക്തത വന്നത്. ഈ പ്രൊജക്റ്റിൽ ട്രാൻസ്ജെൻഡറുകളും അല്ലെങ്കിൽ എല്ലാ ജെൻഡറും ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം മനസ്സിൽ വന്ന ഇതായിരുന്നു, വർക്ക് സ്പേസ് എന്ന് പറയുന്നത് പല തലത്തിലും ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, അടുത്ത കാലത്ത് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്നും ആത്മഹത്യ ചെയ്യപ്പെട്ട ഒരു ഇന്ത്യ സ്ത്രീയെക്കുറിച്ച് അറിയാം. ആ സമയത്ത് തന്നെ നമ്മൾ ചർച്ച ചെയ്ത് കൊണ്ടിരുന്നതാണ് സ്ത്രീകൾ എത്രത്തോളം കംഫർട്ടബിളാണ്, സുരക്ഷിതത്വരാണ്, അല്ലെങ്കിൽ പലതരത്തിലുള്ള കണക്കുകളും. ഞാൻ ഏറ്റവും കൂടുതൽ കഴിഞ്ഞ 2 ആഴ്ചകളിൽ വായിച്ചുകൊണ്ടിരുന്നത് UN വിമൻ റിപ്പോർട്ടുകളും യുനെസ്കോ റിപ്പോർട്ടുകളുമാണ്. യുനെസ്കോയുടെ എത്തിക്കൽ AI എന്ന് പറയുന്നൊരു ഡോക്യുമെൻറ്റിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റുകളിലൊക്കെ കൃത്യമായി പറയുന്ന കാര്യങ്ങൾ, സ്ത്രീകൾ ഏറ്റവും പുതിയത് എന്ന് പറയുന്ന ടെക്നോളജിയുടെ ഏറ്റവും പുതിയ അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് സ്ത്രീകൾ എത്തുന്നുണ്ട്. പക്ഷേ എത്തുന്നത് വളരെ ചെറിയ ശതമാനമാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള അപ്പോൾ ഇത്തരത്തിലുള്ള തൊഴിലിടങ്ങളിൽ സ്ത്രീകൾ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത്? അപ്പോൾ അതിന് മുകളിലായിട്ടാണ് എനിക്ക് ഈ ഷീ വർക്ക് സ്പേസിനെ കുറിച്ച് ബോധ്യപ്പെട്ടത്. 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഷീ ഇൻ വർക്ക് സ്പേസ് എന്നതാണോ, ഷീ വർക്ക് സ്പേസ് എന്നാണോ നമ്മുടെ ആശയം എന്നുള്ളതാണ് എനിക്ക് ആദ്യം തോന്നിയത്. എനിക്ക് തോന്നുന്നു ഈ പ്രൊജക്റ്റ് ഇതിനെ 2 രീതിയിലും അഡ്രസ്സ് ചെയ്യുന്നു എന്നാണ്. ഷീ ഇൻ വർക്ക് സ്പേസും ഷീ വർക്ക് സ്പേസും. ഇത് സ്ത്രീകളുടെ വർക്ക് സ്പേസാണ്, അതേപോലെ സ്ത്രീകൾ എങ്ങനെയാണ് ഒരു വർക്ക് സ്പേസിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയെ ഞാൻ നോക്കിക്കാണുന്നത് വിജ്ഞാന സമൂഹ നിർമ്മിതിക്ക് ആവശ്യമായ മനുഷ്യാവകാശം അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള അവകാശങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ആവാസ വ്യവസ്ഥ എന്ന രീതിയിലേക്ക് ഈ പ്രൊജക്റ്റ് മാറും, അല്ലെങ്കിൽ മാറ്റേണ്ടതുണ്ട് എന്നാണ് ആദ്യമായി എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. ഇതിനെ സ്ത്രീ തൊഴിലിടം എന്നോ പെണ്ണിടം എന്നോ മാത്രം ഒതുക്കാതെ ഈ ഇടത്തെ 2ആയി വേണമെങ്കിൽ നമുക്ക് കാണാം. ഒന്ന് കൈമാറുന്ന ഇടം എന്നും മറ്റൊന്ന് കൈകാര്യം ചെയ്യപ്പെടേണ്ടുന്ന ഇടം എന്നും. കൈമാറുന്ന ഇടം എന്ന് ഞാൻ പറഞ്ഞത് നേരത്തെ ആരോ സൂചിപ്പിച്ചതുപോലെ ഇവിടെ സ്പേസുകൾ അവൈലബിളാണ്, ഇടങ്ങൾ അവൈലബിളാണ്. ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് ഇത്തരത്തിലുള്ള സ്പേസുകൾ ഉപയോഗപ്പെടുത്താം. ഇങ്ങനെ പൂർണ്ണമായും ഇടങ്ങൾ
കൊടുക്കുന്ന ഒരു സംരംഭം മാത്രമാകാതെ ഈ സംരംഭത്തിന് ഉപയോഗപ്പെടുത്താവുന്ന ചില ഇടങ്ങൾ കൂടി ഇതിനകത്തുണ്ടാവണം എന്നാണ് എനിക്ക് അവതരിപ്പിക്കാനുള്ളത്. അതായത് കൈമാറ്റം ചെയ്യുന്ന ഇടങ്ങൾ കൂടാതെ ഇതിന് സ്വാഭാവികമായും ഒരു നടത്തിപ്പുകാരുണ്ടാവും. ആ നടത്തിപ്പുകാരെന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ജനങ്ങളുടെ പങ്കാളിത്തമുള്ള ഒരു ഗവേണിംഗ് ബോഡി തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഈ ഗവേണിംഗ് ബോഡിക്കപ്പുറത്തേക്ക് ഒരു റിസർച്ച് വിങ് കൂടി ഉണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&D തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. കാരണം ഈ പ്രൊജക്റ്റ് കോൺസെപ്റ്റലൈസ് ചെയ്യുന്നത് തന്നെ നേരത്തെ പലരും സൂചിപ്പിച്ചു നീഡ് അനാലിസിസ് നടത്തിയിട്ടാണ്. പക്ഷേ എത്രത്തോളം ഈ നീഡ് അനലൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നതോടൊപ്പം പുതിയ നീഡുകൾക്കനുസരിച്ച് അത് സമൂഹത്തിലെ സമസ്ത തലങ്ങളിലുമുള്ള പെൺകുട്ടികൾക്കായിക്കോട്ടെ സ്ത്രീകൾക്കായിക്കോട്ടെ അതാത് അവസരങ്ങളിൽ വരുന്ന നീഡിനനുസരിച്ച് നമുക്കിതിനെ മാറ്റിയെടുക്കാൻ എനിക്ക് തോന്നുന്നു ഇതൊരു ഫ്ലോട്ടിംഗ് സ്പേസ് ആയിരിക്കും, അല്ലാതെ ഒരു റെസ്ട്രിക്റ്റഡ് സ്പേസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു ഫ്ലെക്സിബിൾ സ്പേസ് ആണ്. അപ്പോൾ ഈ ഫ്ലെക്സിബിൾ സ്പേസിന് സമൂഹത്തിന് അതാത് അവസരങ്ങളിൽ വരുന്ന നീഡിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താൻ പറ്റേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് ഓരോരുത്തരും പറഞ്ഞത് അവരുടെ സപ്പോർട്ട് ഇതിലേക്ക് തരാൻ തയ്യാറാണ്. അതേപോലെ എനിക്ക് തോന്നുന്നു സമൂഹത്തിലെ ഓരോ തലത്തിലുള്ള ആൾക്കാരും ഇത്തരത്തിൽ അവരുടെ സഹായ ഹസ്തങ്ങൾ ഇതിലേക്ക് നീട്ടേണ്ടതുണ്ട്. ഇത് ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിൽ കൊടകരയിൽ മാത്രം കേന്ദ്രീകരിക്കുന്ന രീതിയിലല്ല ഞാൻ അവതരിപ്പിക്കുന്നത്. പകരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള വർക്ക് സ്പേസുകൾ ഉണ്ടാവുകയും ഈ വർക്ക് സ്പേസുകളെ കൃത്യമായ രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിന്, അല്ലെങ്കിൽ മറ്റൊരു വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നത് കോണ്ടെക്സ്ച്വലൈസ്ഡ് സസ്റ്റൈനബിലിറ്റി, അതാത് സമൂഹത്തിൻ്റെ സന്ദർഭത്തിനനുസരിച്ചുള്ള നൈരന്തര്യമായ ഇടപെടൽ സാധ്യമാകുന്ന ഇടമായി മാറ്റേണ്ടതുണ്ട്. ഇപ്പം ഞാൻ ഇതിലെ പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തത് ഒരു ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഒരു കോംപ്രിഹെൻസീവ് റിവ്യൂ ആണ്. അത് അതേപോലെ ഞാൻ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പകരം അതിലെ പ്രധാനപ്പെട്ട പോയിൻ്റുകൾ മാത്രം അവതരിപ്പിക്കാം. ഞാൻ സബ്മിറ്റ് ചെയ്ത പേപ്പർ ഇതാണ്: ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ഫോർ വിമൻ കപ്പാസിറ്റി ബിൽഡിംഗ്. അത് ചുരുക്കി പറയുകയാണ്, കാരണം അത് ഒരുപാട് ഡയമെൻഷൻസ് ഉണ്ട്. പക്ഷേ ആദ്യം നമ്മളൊക്കെ നെറ്റിച്ചുളിക്കുന്ന ഒരു കാര്യമാണ് ഈ AI കാലഘട്ടത്തിൽ, മെഷീൻ ലേണിങ്ങിൻ്റെ കാലഘട്ടത്തിൽ ഓരോ വ്യക്തിയുടെയും അവസ്ഥ എന്തായിരിക്കും. AI പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്നത് നിലനിൽക്കുന്ന പല തൊഴിലുകളും ഇല്ലാതാകും. ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം നമ്മുടെ റോളുകൾ മാറി വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് തീർച്ചയായിട്ടും നമുക്കറിയാം. നമ്മളൊക്കെ അറിയാതെ പോകുന്നൊരു കാര്യം, ഇപ്പോൾ ഒരു ചെറിയൊരു ചോദ്യം ചോദിച്ചാൽ നിങ്ങളുടെ മൊബൈലുകളിൽ എത്ര ആപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ പലരും മൊബൈൽ നോക്കാതെ ഉത്തരം പറയാൻ പറ്റില്ല. പറയാൻ പറ്റുമോ? നിങ്ങളുടെ മൊബൈലിൽ എത്ര ആപ്പ് ഉണ്ട്? എന്തിനാണ് ഞാനിത് അറിയേണ്ടുന്നത്? ഞാൻ അറിയുന്നതല്ല, നിങ്ങളറിയുന്നത്. നമ്മൾ 24 മണിക്കൂറും ഒരാഴ്ചയും അല്ലെങ്കിൽ 365 ദിവസവും കൈകാര്യം ചെയ്യുന്ന നമ്മുടെ മൊബൈലിൽ എത്ര ആപ്പുകളുണ്ടെന്ന് എത്ര പേർക്ക് അറിയാം? എന്തിനാണിത് അറിയുന്നത്? അറിയില്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം മൊബൈലിൽ ഒന്ന് നോക്കുക എത്ര ആപ്പുകളാണുള്ളത്, ഈ ഓരോ ആപ്പുകളിലും നമ്മൾ എത്രത്തോളം പെർമിഷൻസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡിജിറ്റൽ ലിറ്ററസിയുടെ ആദ്യത്തെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഇത്രയും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ പോലും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണ് ഡിജിറ്റൽ ലിറ്ററസി. അതേപോലെയാണ് നേരത്തെ ഒരാൾ സൂചിപ്പിച്ച ഫൈനാൻഷ്യൽ ലിറ്ററസി. ഞാൻ പറഞ്ഞു വരുന്നത്, പുതിയ ലോകം ആവശ്യപ്പെടുന്ന ഒരുപാട് സാക്ഷരതകൾ നമുക്ക് നേടിയെടുക്കാനുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ സാക്ഷരതകൾ നേടിയെടുക്കാനും നമ്മുടെ കുട്ടികളെ, ഇപ്പോൾ നമുക്കറിയാം പലതരത്തിലുള്ള ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ്സ് ഉണ്ട്. ഇന്നൊവേഷൻ ക്ലബ്ബുകളുണ്ട്, ഇൻക്യുബേഷൻ സെൻറ്ററുകളുണ്ട്, കോഡിങ്ങുകൾ പോലുള്ളതൊക്കെയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള, നേരത്തെ പലരും പറഞ്ഞു
ഗ്രാജുവേറ്റ്സിനെ ഉദ്ദേശിച്ച് തുടങ്ങിയ സ്പേസിൽ വരുന്നത് 6ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും കുട്ടികളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്കുള്ള ഇടങ്ങൾ കൂടി, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഹാക്കത്തോണുകൾ പോലുള്ള, നമുക്കറിയാം നമ്മളൊക്കെ കണ്ടീഷൻഡാണ്. നേരത്തെ മാഡം ചോദിച്ചപ്പോൾ ഒരാളും കൈപൊക്കിയില്ല. അതിനർത്ഥം ആരുടെയും മനസ്സിൽ ആശയമില്ല എന്നല്ല. പക്ഷേ എവിടെയോ നമുക്കൊരു ഒരു ഒരു പിൻവലി ഉണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനുള്ള ഇടം കൂടി നമുക്ക് ഈ ഷീ വർക്ക് സ്പേസിൽ ആവശ്യമാണ്. നിരന്തരം ചർച്ച ചെയ്യപ്പെടാനും നിരന്തരം വിമർശന വിധേയമാക്കാനും നിരന്തരം ഇടപെടാനുമുള്ള അതിനകത്തേക്ക് നമുക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താം. അതിന് ഏറ്റവും വലിയ വെല്ലുവിളി, എല്ലാ ഇൻ്റർനാഷണൽ ഡോക്യുമെൻറ്റുകളും പറയുന്നത് ഏറ്റവും വലിയ വെല്ലുവിളി AI എന്ന് പറയുന്നത് ബയാസ്ഡ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ പല ടെക്നോളജികളും ബയാസ്ഡ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഷീ വർക്ക് സ്പേസിന് ഏറ്റെടുക്കാൻ പറ്റുന്നത് ഈ ബയാസിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം. ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു അജണ്ടയെ ഏറ്റെടുക്കാവുന്നതാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ബയാസുകളെ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നത്. മറ്റൊന്നാണ് ഈ ഡാറ്റ പ്രൈവസി ആൻഡ് ആക്സസ് ഇനീക്വാലിറ്റി. നമ്മൾ ഓരോരുത്തരും, ഇപ്പോൾ പലരും പറയും നമുക്ക് പ്രൈവസി ആവശ്യമാണ്, നമുക്ക് ആർക്കും പ്രൈവസി ഇല്ല. ഞാൻ സ്വന്തമായി കാശ് കൊടുത്ത് വാങ്ങി എൻ്റെ മൊബൈലിൽ ഞാൻ പേയ്മെൻറ്റ് നടത്തുന്ന എൻ്റെ സിം കാർഡ് പോലും, എൻ്റെ നമ്പർ പോലും പ്രൈവറ്റ് അല്ല. അങ്ങനെയുള്ളൊരു കാലത്താണ് നമ്മൾ പ്രൈവസിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ എന്താണ് പ്രൈവസി, എന്താണ് ഡാറ്റ പ്രൈവസി, എന്താണ് ഡാറ്റ സെക്യൂരിറ്റി, എന്താണ് സൈബർ സെക്യൂരിറ്റി, സൈബർ ഇടങ്ങളിൽ എങ്ങനെയാണ് സ്ത്രീകൾ സുരക്ഷിതമാകുന്നത്. ഇത് നമുക്ക് വളരെ ഫിസിക്കലായിട്ടുള്ള ഇടമാണെങ്കിൽ വിർച്വൽ സ്പേസ് എന്ന് പറയുന്നൊരു സ്പേസിൽ ഇതിനൊക്കെ എതിരെയുള്ള ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അപ്പോൾ എനിക്ക് തോന്നുന്നു പല തിയറിയും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് സോഷ്യോ ടെക്നിക്കൽ സിസ്റ്റം തിയറി, ഫെമിനിസ്റ്റിക് ടെക്നോളജി സ്റ്റഡി, അതുപോലെ കേപ്പബിലിറ്റി അപ്രോച്ച്, അമർത്യ സെൻ മുന്നോട്ട് വെച്ചിട്ടുള്ള കേപ്പബിലിറ്റി അപ്രോച്ച് ഒക്കെ മുന്നോട്ട് വെക്കുന്നത് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളോട് മുഖം തിരിഞ്ഞിരിക്കേണ്ടതില്ല, പക്ഷേ അതിനോട് മാത്രം അഭികാമ്യം കാണിക്കാതെ ഇത്തരത്തിലുള്ള സാങ്കേതിക വിദ്യകളെ നമ്മുടെ താഴേത്തട്ടിലേക്ക് പോലും, കർഷക തൊഴിലാളികൾക്ക് പോലും അവർക്ക് ഏത് വിത്താണ് ഏത് സമയത്താണ് ഉപയോഗിക്കേണ്ടുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് കൃത്യമായി ഇത്തരത്തിലുള്ള സഹായങ്ങൾ ലഭ്യമാകുക. ഉദാഹരണത്തിന് നേരത്തെ ആരോ പറഞ്ഞു ഇത്തരത്തിലുള്ള ഹരാസ്മെൻറ്റുകളൊക്കെ നേരിടുന്ന സ്ത്രീകൾക്ക് ഹെൽപ്പ് ലൈൻ പോലുള്ള അല്ലെങ്കിൽ അത്തരത്തിലുള്ള സെൻറ്ററുകൾ ഇവിടെ വേണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത് ചാറ്റ് ബോട്ടാണ്. വളരെ എളുപ്പത്തിൽ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളെയും പ്രശ്നങ്ങളെയും വളരെ സത്യസന്ധമായി അവതരിപ്പിക്കാനും സജസ്റ്റ് ചെയ്യാനും ഇത്തരത്തിലുള്ള ടെക്നോളജികൾ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെയാണ് NLP ആയാലും അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ ആയാലും ഒക്കെ ഇത്തരത്തിലുള്ള മാനുഷിക ബയാസ്ഡ് അല്ലാത്ത ഇടപെടലുകൾ ഇത്തരത്തിൽ സ്ത്രീകൾക്ക് നടത്തി കൊടുക്കാൻ സഹായകരമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും അവസാനമായി ഞാൻ പറഞ്ഞു നിർത്താം. ഏറ്റവും അവസാനമായി അവതരിപ്പിക്കാനുള്ളത് എങ്ങനെയാണ് പോളിസി ആൻഡ് പ്രാക്ടീസ്, ഈ ഷീ വർക്ക് സ്പേസ് എങ്ങനെയാണ് ഗവൺമെൻറ്റിന് തിരിച്ച് സഹായകരമാകേണ്ടുന്നത് എന്നുള്ളത്. എന്തായിരിക്കണം സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കേണ്ടുന്ന പോളിസി, ഇതിലേക്ക് കൃത്യമായ ഇടപെടലുകൾ നടത്താൻ ഇത്തരത്തിലുള്ള ഇടങ്ങൾക്ക് സഹായിക്കണം. ഇത്തരത്തിലുള്ള ഇടങ്ങൾക്ക് സഹായകരമാകുന്ന രീതിയിൽ എനിക്ക് തോന്നുന്നു അവിടെ ലൈബ്രറി സാധ്യമാണ്, ചർച്ചാവേദികൾ സാധ്യമാണ്, ഏത് സമയത്തും വന്ന് ഇടപഴകാനുള്ള, നേരത്തെ പറഞ്ഞു മെൻറ്ററിങ് സിസ്റ്റം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെൻറ്റേഴ്സ് അവൈലബിൾ ആകുന്ന സിസ്റ്റം. അതേപോലെ മറ്റൊന്നാണ് ഇത്തരത്തിലുള്ള സ്പേസുകളിൽ വേണം നമുക്ക് എത്തിക്കൽ ഗൈഡ് ലൈൻസ്, ഏറ്റവും പുതിയ ഈ ടെക്നോളജി ഉപയോഗിക്കുന്ന, കാരണം എല്ലാവരും ഇപ്പോൾ ടെക്നോളജി ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള എത്തിക്കൽ ഗൈഡ് ലൈൻസ് ആണ് നമ്മുടെ ഗവൺമെൻറ് തലത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടുന്നത് എന്ന് ഇൻപുട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമായി നമ്മുടെ ഇത്തരത്തിലുള്ള വർക്ക് സ്പേസുകൾ മാറേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ഗ്ലോബൽ ലെവലിലുള്ള SDG 5 പോലുള്ള എഫേർട്ടുകളുടെ ഒരു അഡ്വക്കേസി, നേരത്തെ സൂചിപ്പിച്ചു, ഇത്തരത്തിലുള്ള അവെയർനെസ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവെയർനെസ് പ്രോഗ്രാമുകൾ നടത്താനുള്ള വേദി, അതോടൊപ്പം തന്നെ
റെസ്പോൺസിബിൾ ഡിപ്ലോയ്മെൻറ്റ് ഓഫ് ദ സർവീസസ്. അപ്പോൾ നമുക്കറിയാം ഇതൊക്കെ ഗവൺമെൻറ് തരേണ്ട സർവീസ് അല്ലേ, പിന്നെ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു സ്പേസ് നമ്മൾ ഒരുക്കി കൊടുക്കുന്നത്? നമുക്കറിയാം ഒരു ഗവൺമെൻറ്റിന് മാത്രം ചെയ്യാവുന്നതിനപ്പുറത്തേക്ക് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പിലൂടെ എന്നാൽ ജനകീയമായ എല്ലാ മൂല്യങ്ങളെയും ഉൾക്കൊള്ളിക്കുന്ന ഒരു സംവിധാനമായി ഈ സംരംഭത്തിന് മാറാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. കൊടകര ബ്ലോക്ക് പഞ്ചായത്തും കിലയും സംയുക്തമായി സംഘടിപ്പിക്കപ്പെടുന്ന ഷീ ഹൈവ് ഇൻ്റർനാഷണൽ ഷീ വർക്ക് സ്പേസിൻ്റെ കോൺക്ലേവിലേക്ക് കേരളത്തിൻ്റെ ബഹുമാന്യായ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി വന്നിരിക്കുകയാണ്. രാവിലെ നമ്മൾ സ്വാഗതം ആശംസിച്ചാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് വേണ്ടി അല്പസമയം നമുക്ക് കാതോർക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും അദ്ദേഹത്തെ സ്നേഹപൂർവ്വം ഈ കോൺക്ലേവിനെ മുഖ്യാതിഥിയായി പങ്കെടുത്തുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. UN വുമൺ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും കിലയുടെയും നേതൃത്വത്തിൽ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന നമ്മുടെ ഈ മഹനീയമായിട്ടുള്ള കോൺക്ലേവിൻ്റെ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ്, പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള MR രഞ്ജിത്ത്, വെയിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ ശ്രീമതി സജിത രാജീവ്, പ്രിയപ്പെട്ട KM ചന്ദ്രൻ, നമുക്കിവിടെ സംസാരിച്ച പ്രിയപ്പെട്ട ശ്രീ ബിജു, സിന്ധു, KPN അമൃത, വേദിയിലെ സദസ്സിനുമുള്ള ഏറ്റവും ബഹുമാന്യരെ, പ്രിയപ്പെട്ടവരെ, സഹോദരി സഹോദരന്മാരെ, ദീർഘമായിട്ടുള്ളൊരു പ്രസംഗത്തിന് ഞാൻ എന്തായാലും മുതിരുന്നില്ല. രഞ്ജിത്ത് പറയുകയായിരുന്നു, ജില്ലയിലുള്ളവരൊക്കെ ഏതാണ്ട് സമയം കഴിഞ്ഞപ്പോൾ ഓടി രക്ഷപ്പെട്ടു, അങ്ങനെ പറ്റാതെ പോയവരാണിപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ഇനി നിങ്ങളോട് ഒരു ദീർഘമായിട്ടുള്ള പ്രസംഗം നടത്തി അത്തരമൊരു ആക്രമണത്തിന് മൂർച്ച കൂട്ടാൻ ഞാൻ എന്തായാലും ഉദ്ദേശിക്കുന്നില്ല. വളരെ കൃത്യതയോടെ കേവലം നബാർഡിൻ്റെ 19 കോടിയും ഇൻസെൻറ്റീവ് ഗ്രാൻഡ് ഉൾപ്പെടെ സർക്കാരിൻ്റെ 3 കോടിയും ത്രിതല പഞ്ചായത്തുകൾ ചെലവഴിക്കുന്ന ബാക്കി സംഖ്യയും കൂട്ടിച്ചേർത്ത് 30 കോടി രൂപ ചെലവഴിച്ച് ഒരുപക്ഷേ കേരളത്തിൻ്റെ സംസ്ഥാനത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു പദ്ധതി എന്ന നിലയിൽ ഒരു ഷീ സ്പേസ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ അതിൻ്റെ ആദ്യഘട്ട ചർച്ചകളിൽ പങ്കാളിയാകാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ട രഞ്ജിത്തും അടുത്ത സുഹൃത്തു കൂടിയായിട്ടുള്ള MLA KK രാമചന്ദ്രനും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി, KMC ഒക്കെ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുമായി കൂടിയാലോചിച്ച് ഇവിടെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് കേരളത്തിന് തന്നെ മാതൃകയായിട്ടുള്ള ഒരു പുതിയ മുന്നേറ്റത്തിന് സാക്ഷ്യം വഹിക്കുകയായിരുന്നു. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വരുന്ന കാലം നിങ്ങൾക്കറിയാം, ഈ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരത്തിൽ വരുന്ന കാലവും നിങ്ങൾക്കറിയാം. കോവിഡ് 2013 എന്ന അതിഭീകരമായിട്ടുള്ള വൈറസ് ലോകഭൂപടത്തിലെ 64 ലക്ഷം മനുഷ്യരെ ഇല്ലാതാക്കിയ കൊടും ക്രൂരതയുടെ ഒരു കുരുതി നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ സാമൂഹിക അകലവും മാസ്കും സാനിറ്റൈസറും ആയുധമാക്കി ലോകത്തെ തന്നെ നടുക്കിയ പേമാരിയായിട്ടുള്ള ദുരന്തത്തിനെതിരെ ലോകത്തിനു മാതൃകയായി കേരളം പൊരുതുന്ന ഘട്ടത്തിലാണ് ഈ ഭരണസമിതി കൊടകര ബ്ലോക്ക് പഞ്ചായത്തിൽ അധികാരമേറ്റത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്തിന് വളരെ വലിയ പാരമ്പര്യവും പൈതൃകമുണ്ട്. സുസ്ഥിര കേരളത്തിന് തന്നെ മാതൃകയാക്കി നടപ്പിലാക്കപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്തുകളിലൊന്നാണത്. അതിൻ്റെ പാരമ്പര്യത്തെയും വീണ്ടും മുറുകി പിടിക്കുന്ന വിധത്തിൽ രഞ്ജിത്തിൻ്റെ നേതൃത്വത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഷീ സ്പേസ് എന്നൊരാശയം കൊണ്ടുവന്നപ്പോൾ ഈ വിധത്തിലുള്ള പരിപാടികളിലേക്ക് അത് കടക്കാനാകുമോ എന്ന സംശയം നമ്മുടെ മുമ്പിലുണ്ടായിരുന്നു പലരുടെയും. എന്നാൽ വളരെ ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ എന്താണോ അതിൻ്റെ ആശയ
ഘട്ടത്തിൽ നാം പറഞ്ഞിരുന്നത് അതുപോലെ 1500ഓളം സ്ത്രീകൾക്ക് ഇരുന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന സ്പേസ് ഉൾപ്പെടുത്തി 2500-ലേറെ വരുന്നവർക്ക് പരോക്ഷമായി ജോലി നൽകാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി 2025 അവസാനത്തോടെ പൂർത്തിയാക്കണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു പ്രോജക്റ്റ് നമ്മുടെ നാടിന് തന്നെ വളരെ മാതൃകയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒന്ന്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു ആശയത്തിലേക്ക് കടന്നു വന്ന ഘട്ടം മുതൽ ഏതെങ്കിലും വിധത്തിലുള്ള വിശ്രമം എടുക്കാതെ ആ പ്രവർത്തനത്തിന് വേണ്ടി കൃത്യമായി പഠിച്ചും പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും നല്ലതുപോലെ ഗൃഹപാഠം ചെയ്തും വർക്ക് അറ്റ് ഹോമിൽ നിന്ന് വർക്ക് നിയർ ഹോം എന്ന ആശയത്തിലേക്ക് വന്ന ഘട്ടത്തിൽ ഗവൺമെൻറ് ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾക്കൊപ്പം നിന്നു എന്ന് മാത്രമല്ല, ലോകത്തിനു മാതൃകയായി എല്ലാ വർഷവും അതിൻ്റെ പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കുന്നൊരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ പ്രോഗ്രസ് കാർഡിൽ എഴുതാൻ ഞങ്ങളെ നിർബന്ധിപ്പിച്ച ഒരു പ്രവർത്തനമായി കൊടകരയിലെ ഈ പ്രവർത്തനം മാറി എന്നുള്ളത് നമുക്കിടയിൽ നാം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഏറ്റവും തെളിമയാർന്ന രൂപമാണ്. ഒരാശയം മുന്നോട്ട് വയ്ക്കുക, പിന്നീട് ആശയത്തിനോട് യാത്ര പറയുക, ആരംഭിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ മുഴുവൻ ഏതെങ്കിലും ഒരു കോണിലേക്ക് മുഖം തിരിഞ്ഞു നിന്ന് കാലങ്ങളോളം പിന്നെ ഇങ്ങനെയൊരു സ്ഥലം തന്നെ നഷ്ടപ്പെടുത്തി എന്ന പരാതികളില്ലാത്ത വിധം കേരളവും നമ്മുടെ നാടും പലവിധത്തിലുള്ള സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ഘട്ടത്തിലും കിളി കൂടുവയ്ക്കുന്നത് പോലെ തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ലക്ഷ്യം മാത്രം ഏറ്റവും പ്രധാനപ്പെട്ട ആയുധമാക്കി പ്രവർത്തിച്ചതുകൊണ്ടാണ് ഈ വിധത്തിലുള്ള ഒരു സഫലീകരണ പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞത്. ഇന്നും നാളെയുമായി നടക്കുന്ന ഈ സെമിനാറിൻ്റെ സെഷനുകൾ വളരെ ശ്രദ്ധാപൂർവം ഞാൻ വായിക്കുകയായിരുന്നു. കേരളത്തിൽ ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുന്ന ഒരു പരിപാടിക്ക് ആവശ്യമായ വിധത്തിൽ സമൂഹത്തിൻ്റെ എല്ലാ തലത്തിൽ നിന്നും അനുഭവങ്ങൾ, ആശയങ്ങൾ, അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എല്ലാം ലഭ്യമാക്കാൻ കഴിയുന്ന വിധത്തിൽ വിവിധ സെഷനുകളെക്കുറിച്ച് കേവലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് 4 കൊല്ലത്തിനിടയിൽ നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വാദോരാതെ പ്രസംഗിക്കുന്നതിന് പകരം നിങ്ങളുടെ അഭിപ്രായങ്ങളും വിമർശനങ്ങളും അനുഭവങ്ങളും പങ്കാളിയാക്കാൻ കഴിയുന്ന ഒന്നായി ഇത് മാറുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് സ്ത്രീപക്ഷ നിലപാടുകൾ എടുത്ത സംസ്ഥാനമാണ് കേരളം. കൊടകരയ്ക്ക് പിന്നെയും ഒരു പാരമ്പര്യമുണ്ട്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി 997 ഒരു പക്ഷേ അന്ന് പലരും അപമാനിക്കുന്ന വിധം പറഞ്ഞു വിട്ടിട്ടും 27 കൊല്ലക്കാലത്തിനിടയിൽ കേരളം മാത്രമല്ല ലോകം കണ്ട ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണത്തിൻ്റെ ജനകീയ പക്ഷം എന്ന് വിളിക്കാവുന്ന കുടുംബശ്രീ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ഔപചാരികമായിട്ടുള്ള നടപടിക്രമങ്ങളുടെ ചർച്ച നടന്ന ഒരു കേന്ദ്രമാണത്. ജനകീയാസൂത്രണത്തിൻ്റെ 1ാം ഘട്ട ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് നടന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി. അപ്പോൾ നമുക്ക് വളരെ സന്തോഷപൂർവ്വം ആ പ്രവർത്തനത്തിലേക്ക് പോകാം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സംരംഭകത്വം ഒരു പുതിയ വിഷയമാണ്. പുതിയതല്ല, വളരെ ഗൗരവമായി നാം ഏറ്റെടുക്കേണ്ട വിഷയമാണ് സ്ത്രീ സംരംഭകത്വം. ഞാൻ ഒറ്റ അനുഭവം മാത്രം നിങ്ങളോട് പറയാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. എൻ്റെ നിയോജക മണ്ഡലത്തിലാണ്. കേരളത്തിൻ്റെ മന്ത്രിയാണെങ്കിലും സ്വാഭാവികമായിട്ട് അവനവൻ്റെ മണ്ഡലം എല്ലാവരെയും വ്യക്തിപരമായി ഉള്ള പ്രത്യേക താല്പര്യം പറയാൻ പാടില്ലെങ്കിലും വേണമെങ്കിലൊരു സ്വാർത്ഥ താല്പര്യം അവരുടെ മണ്ഡലത്തെക്കുറിച്ചുണ്ടാകും. തുടർച്ചയായി ഇങ്ങനെ നടത്താൻ കഴിഞ്ഞ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗം തന്നെയാണെന്ന അഭിമാനത്തോടെ നമ്മളെല്ലാവരും കാണുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, പ്രത്യേകിച്ച് തോമസ് ഐസക് അവതരിപ്പിച്ച കിഫ്ബി എന്ന പദ്ധതിയുടെ കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങളിലൊന്നാണ് 2025 ഓണത്തോടെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ കവാടങ്ങൾ പൂർണ്ണമായും മലക്ക് തുറന്നിടാൻ നിശ്ചയിച്ച് കഴിഞ്ഞിട്ടുള്ള പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ഒരു സുവോളജിക്കൽ പാർക്കാണ്. അത് പറയാൻ വേണ്ടിയല്ല ഞാൻ ഈ സമയം ഉപയോഗിച്ചത്. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ഒരുപക്ഷെ വർഷത്തിൽ 50 ലക്ഷം പേർ വരെ പങ്കെടുക്കാൻ താല്പര്യമുള്ള, എത്തിച്ചേരാൻ താല്പര്യമുള്ള ഒന്നായിരിക്കും എന്ന് ഞങ്ങൾ വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാർ, നമ്മളെ സ്നേഹപൂർവ്വം കാണുന്ന ആളുകൾ ചോദിച്ചിരുന്ന തുടർച്ചയായ ചോദ്യമുണ്ട്. അവിടെ പുല്ല് പറിക്കാൻ ആളെ ആവശ്യമുണ്ടോ? അവിടെ കൂട് വൃത്തിയാക്കാൻ ആളെ ആവശ്യമുണ്ടോ? അവിടെ കാവൽ പണിക്ക് ആളെ ആവശ്യമുണ്ടോ? നമ്മുടെ സംരംഭകത്വം അങ്ങനെയാണോ ആലോചിക്കേണ്ടത്? പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിലേക്ക് നെയ്യാർ ഡാമിൽ നിന്ന് പിടിച്ച് ദീർഘകാലം കൂട്ടിലായിരുന്ന ഒരു കടുവയെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ഇപ്പോൾ കടുവയെ കൊണ്ട് നിക്കക്കളിയില്ല അവിടുത്തെ കോറിൻ്റെ സെൻറ്ററിൽ. ധാരാളമായിട്ട് കടുവകളുണ്ട്, മാനുകളുണ്ട്. ആദ്യം കൊണ്ടുവന്ന കടുവയുടെ പേര് വൈഗ എന്നാണ്.
വൈകിയെ സ്വീകരിക്കാൻ ഞങ്ങളെല്ലാവരും പോയി. ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ, കൂട്ടിലേക്കല്ലെങ്കിലും ഓറിയൻറ്റേഷൻ സെൻറ്ററിലേക്ക് ആദ്യത്തെ ഒരു മൃഗം വരികയാണ്. പിറ്റേന്ന് വലിയ അക്ഷരത്തിൽ മാധ്യമങ്ങളെല്ലാം സുവോളജിക്കൽ പാർക്കിലേക്ക് വൈകി വന്ന വിവരം കളർ ചിത്രങ്ങളോടെ പ്രസിദ്ധീകരിച്ചു. പുത്തൂക്കാർക്കും നമ്മുടെ മണ്ഡലംകാർക്കും ഒക്കെ വലിയ സന്തോഷമായെങ്കിലും എനിക്ക് നെഞ്ചിൽ തീയായിരുന്നു. കാരണം പിറ്റേന്ന് പിന്നെ ആപ്പീസിൽ പോയപ്പോൾ ചുരുങ്ങിയതൊരു 250 പേര് ആപ്പീസിൻ്റെ മുമ്പിൽ ഏതാണ്ട് ഗരാവോ പോലെ നിൽക്കുകയാണ്. പത്രത്തിലെ വാർത്ത കണ്ട് എല്ലാ പഞ്ചായത്ത് മെമ്പർമാരും തൊടയിൽ വെച്ച് കുറിപ്പെഴുതി കൊടുത്തിരിക്കുകയാണ്, ഈ കത്തുമായി വരുന്ന ചേച്ചിയെ അവിടെ ഏതെങ്കിലും ഒരു പണിക്ക് ഏൽപ്പിക്കാൻ പറ്റുമോ? ഒരു മെമ്പർ എഴുതിയിരിക്കുകയാണ്, വിലാസിനി ചേച്ചി മൃഗങ്ങളെ നല്ലതുപോലെ നോക്കുന്ന കാര്യത്തിൽ എനിക്ക് നേരിട്ടറിയാവുന്ന വിധത്തിൽ വളരെ പ്രധാനപ്പെട്ട ജോലി എടുക്കുന്ന ആളാണ്. വിലാസിനി ചേച്ചിയോട് ഞാൻ സന്തോഷത്തിൽ ചോദിച്ചു, ചേച്ചി ഏത് മൃഗത്തെ നോക്കിയിട്ടാണ് പരിചയം? മൂപ്പർ കടുവയെ നോക്കാൻ വന്ന ആളാണ്, ഏത് മൃഗത്തെ നോക്കിയിട്ടാണ് പരിചയം? അപ്പോൾ വിലാസിനി ചേച്ചി ഒരു മടിയില്ലാതെ പറഞ്ഞു, 3 കൊല്ലമായിട്ട് ഒരു ആടും 2 കുട്ടികളും മൂപ്പർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അത് വെച്ചിട്ട് വൈകിയെ നോക്കാൻ പറ്റിയ ആളാണ് 64 വയസ്സായ വിലാസിനി ചേച്ചി എന്ന് പഞ്ചായത്ത് മെമ്പർ എഴുതി കൊടുത്തയക്കുകയാണ്. ഇവിടെയാണ് നമ്മുടെ ആശയത്തിലൊരു പുതിയ രൂപം ഉണ്ടാകേണ്ടത്. പുത്തൂരിലെ സുവോളജിക്കൽ പാർക്കിൽ 50 ലക്ഷം പേർ ഒരു വർഷം വന്നാൽ അവിടെ നടക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്താണ്? ഇവിടെയും നാം ചർച്ച ചെയ്യുന്നതാണ്. നമ്മൾ വേളാങ്കണ്ണിയിൽ പോവാത്ത ക്രിസ്തീയ വിശ്വാസികളുണ്ടാകില്ല. എത്ര കൊന്ത വീട്ടിലുണ്ടെങ്കിലും വേളാങ്കണ്ണിയിൽ വിശ്വാസത്തോടെ പോയാൽ തിരിച്ചു വരുമ്പോൾ ഒരു കൊന്ത കൂടി മേടിക്കും. ഗുരുവായൂർ അമ്പലത്തിൽ തേക്ക് കൊണ്ട് വീട്ടിൽ ശ്രീകൃഷ്ണൻ്റെ പടം കൊത്തിവെച്ചിട്ടുണ്ടെങ്കിലും ചെന്നാൽ 15 രൂപയുടെ ഒരു മോതിരം മേടിച്ച് വിരലിടും. ഒരു മൊമെൻറ്റോ ആണത്, ഒരു ഓർമ്മ പുതുക്കാനുള്ള ഒരു സംവിധാനമാണത്. ഒരു നമ്മുടെ ഓർമ്മ പുതുക്കാൻ നമുക്കൊരു സംവിധാനം. ഞാൻ ഓർക്കുകയാണ്, ഞാൻ 2 തവണ ചൈനയിൽ പോയിട്ടുണ്ട്. അപ്പോൾ ചൈനയിൽ പോകുമ്പോൾ പ്രധാനമായിട്ടും പോകുന്ന സ്ഥലങ്ങളിലൊന്നാണ് വൻമതിൽ. വൻമതിലിൻ്റെ ഓരോ ഗേറ്റിലും അവിടെ ചെന്ന് പണം കൊടുത്താൽ തകിടിൽ നമ്മൾ ഈ സ്ഥലം സന്ദർശിച്ചു എന്ന് എഴുതി കൊടുക്കാൻ ധാരാളമായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ടാകും. 10ാമത്തെ ഗേറ്റ് വരെ ഞാൻ കയറി, ലോകത്തെ വിവിധ രാജ്യങ്ങളിലെ പ്രവർത്തകരോടൊപ്പം. അവിടെ നിന്ന് ഞാനും ഒരു മൊമെൻറ്റോ മേടിച്ചു. ഇപ്പോൾ വീട്ടിലിരിക്കുമ്പോൾ അമ്മ വരുന്നവരോടൊക്കെ പറയുന്നത് ചൈനക്കാർ എൻ്റെ മോന് സമ്മാനം കൊടുത്ത മൊമെൻറ്റോ ആണെന്നാണ്. നമ്മൾ മേടിക്കും, സ്വാഭാവികമായിട്ടും ഒരു മൊമെൻറ്റോ മേടിക്കാതെ പോകാൻ പറ്റുമോ? 50 ലക്ഷം പേർ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ വന്നാൽ അതിൽ 25 ലക്ഷം പേർ ഒരു മൊമെൻറ്റോ മേടിക്കാൻ അവിടെ നിന്ന് തീരുമാനിച്ചാൽ വരയാടിൻ്റെ കൊമ്പുള്ള പല വിധത്തിൽ എച്ചു ചെയ്യപ്പെട്ട പ്രതിമകൾ, ശില്പങ്ങൾ, രൂപങ്ങൾ, തുണിയിൽ നിർമ്മിച്ച മൊമെൻറ്റോകൾ ആരുണ്ടാക്കി കൊടുക്കും? വിദേശ കുത്തകകൾ വന്നുണ്ടാക്കുമോ? ഉണ്ടാക്കില്ല. നമ്മളുണ്ടാക്കണമെങ്കിൽ എങ്ങനെ ഉണ്ടാക്കണം? അവിടെ ഒരു സംരംഭകത്വം ഉയരണം. നമ്മുടെ സ്ത്രീകൾ വിവിധ വിധത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന എത്രയോ പ്രവർത്തനങ്ങൾ അവിടെ വരികയാണ്. ഒരു കേന്ദ്രമുണ്ടാകുമ്പോൾ അവിടെ ഭക്ഷണം കൊടുക്കേണ്ടവർ, അവിടെ താമസ സൗകര്യം ഒരുക്കി കൊടുക്കേണ്ടവർ, അവിടെ താമസ സൗകര്യം ഒരുക്കിയാൽ ആ താമസ സൗകര്യത്തിൻ്റെ ഭാഗമായി വന്നു താമസിക്കുന്നവൻ്റെ വസ്ത്രങ്ങൾ അലക്കേണ്ടവർ, ഫോട്ടോ എടുക്കേണ്ടവർ, വഴിയിൽ ചായയും നാരങ്ങ കൊടുക്കുന്നവൻ മുതൽ 50 ലക്ഷം പേർ വന്നു പോകുന്ന വഴികളിൽ ഉൾപ്പെടെ താമസിക്കുന്നവർ കാണേണ്ടതും ഇടപെടേണ്ടതും വരേണ്ടതുമായ സംവിധാനങ്ങൾ എവിടെയാണ്? എത്രയാണ്? നമ്മൾ ആലോചിക്കണ്ടേ ഈ സംരംഭകത്തെക്കുറിച്ച്? എൻ്റെ മണ്ഡലത്തിൽ കൃഷി സമൃദ്ധി എന്നൊരു പ്രോജക്റ്റ് നടപ്പിലാക്കിയ ആളാണ് ഞാൻ. കഴിഞ്ഞ തവണ അവസാനത്തെ 4ാമത്തെ വർഷമാണ് ഞങ്ങൾ ആ പ്രോജക്റ്റിലേക്ക് വന്നത്. അപ്പോൾ എല്ലാ വീട്ടിലും ഒരു മുരിങ്ങ എന്നൊരു ക്യാമ്പയിൻ ഞങ്ങൾ കൊണ്ടുവന്നു. 10,000 മുരിങ്ങ തൈകൾ എല്ലാ വീട്ടിലേക്കും കൊടുക്കാൻ തീരുമാനിച്ചു. 4ാമത്തെ വർഷമാണ്. ഇപ്പോൾ രഞ്ജിത്തെ നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ പറഞ്ഞു, ചേട്ടാ 10,000 കൊടുക്കണോ? ഒല്ലൂരിൽ സാധാരണ ജനപ്രതിനിധിക്ക് ഒരു ടേമേ ഉള്ളൂ, അല്ല 1000 കൊടുത്ത് അവസാനിപ്പിച്ചാൽ പോരെ. 10,000 കൊടുത്തു. 10,000 മുരിങ്ങത്തൈ നമ്മുടെ കുടുംബശ്രീ കൃഷി സമൃദ്ധി യൂണിറ്റുകൾ മുഖാന്തരം ആളുകൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങൾ മുരിങ്ങ ഇല പറിച്ച് ഞങ്ങൾക്ക് തന്നാൽ ഞങ്ങളത് ബൈബാക്ക് ചെയ്യും. ആളുകൾ അത്ഭുതത്തോടെ ഞങ്ങളോട് ചോദിച്ചു, മുരിങ്ങ കായ്ക്ക് പണം കിട്ടുന്നില്ല, പിന്നെ മുരിങ്ങയുടെ ഇലയ്ക്ക് എവിടെ നിന്നാണ് പണം കിട്ടാൻ പോകുന്നത്? മുരിങ്ങ ഇല പണം കിട്ടും എന്നൊക്കെ പറഞ്ഞു. ഞാൻ അമ്പിയേച്ചി ഇപ്പോഴാണ് കണ്ടത്. ഞാൻ അമ്പിയേച്ചിയുടെ കഥ പറയാൻ വരികയായിരുന്നു, അപ്പോഴേക്കും അമ്പിയേച്ചിയെ കണ്ടു. അമ്പിയേച്ചി കൂടി ഉള്ളത് ഞാൻ നേരത്തെ കണ്ടില്ല. ഈ കൊടകരക്കാർ വാശി പിടിക്കുന്നത് അത് ഞങ്ങളുടെ അഭിമാനമാണ്. അപ്പോൾ ഇവിടെ കാര്യമായിട്ട് പ്രോഡക്റ്റ് അമ്പിയേച്ചിയുടെ നേതൃത്വത്തിൽ ആ മുരിങ്ങ ഇലയിൽ നിന്ന് എന്തുണ്ടാക്കാം എന്ന് നാടിന് മുമ്പിൽ തെളിയിച്ചു എന്ന് മാത്രമല്ല, ഒല്ലൂർ കൃഷി സമൃദ്ധിയുടെ പേരിൽ ഇപ്പോൾ ദുബായിലും ഷാർജയിലും അവിടുത്തെ സൂപ്പർ മാർക്കറ്റുകളിൽ കിട്ടുന്ന അമ്പേച്ചേച്ചിയുടെ നേതൃത്വത്തിലുള്ള 4 പ്രോഡക്റ്റ്
മുരിങ്ങയുടെ സൂപ്പ്, മുരിങ്ങയിലയുടെ പുട്ടുപൊടി, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന, അവർ നിർബന്ധിച്ചു പൂർവ്വം അവരെ കഴിപ്പിക്കാൻ പല സാധനങ്ങളിൽ കലക്കി കൊടുക്കാൻ പറ്റുന്ന മുരിങ്ങയുടെ ഉണക്കി പൊടിച്ച പൊടി, എത്ര ഉൽപ്പന്നങ്ങളാണ് നാട്ടിലുണ്ടാകുന്നത്. ഇതൊരു സംരംഭകത്വ ചിന്തയാണ്. ഞാൻ ഈ കൃഷി സമൃദ്ധിയുടെ ഭാഗമായിട്ട് പുത്തൂരിലൊരു യോഗം വിളിച്ചിട്ട് അവിടെ നമ്മുടെ KVKയിൽ അന്ന് പ്രവർത്തിച്ചിരുന്ന ഡോക്ടർ ഗിഗിൻ ഇതുപോലെ ബിജുവൊക്കെ എടുത്തതുപോലെ വളരെ ഗംഭീരമായിട്ടൊരു ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഉച്ചയ്ക്ക് ആളുകൾ ഇങ്ങനെ ഉറങ്ങുന്നു എന്ന് കണ്ടപ്പോൾ ഗിഗിൻ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ ആരംഭിച്ചു. അപ്പോൾ ഗിഗിൻ ചോദിച്ചു, ഒരു വാഴയുടെ പിണ്ടിയും പോളയും വിറ്റാൽ എത്ര രൂപ കിട്ടും? അപ്പോൾ ഒന്ന് ഉണരുമല്ലോ, സദസ്സൊന്ന് ഉണരുമല്ലോ. ഇപ്പോൾ ഏറ്റവും ബാക്കിൽ 5000 മുതൽ 10000 വരെ വാഴ വെച്ച് കച്ചവടം നടത്തുന്ന സബാസ്റ്റേട്ടൻ 3ാം ക്ലാസ്സിലെ കുട്ടിയോട് ചോദ്യം ചോദിച്ചതുപോലെ ചാടി എഴുന്നേറ്റ് കൈബന്ധിച്ചു. സബാസ്റ്റേട്ടനോട് ചോദിച്ചു, അല്ല ഒരു പിണ്ടിക്കും പോളയ്ക്കും എത്ര രൂപ വരെ കിട്ടും? സബാസ്റ്റേട്ടൻ ഒരു കുഞ്ഞിൻ്റെ നിഷ്കളങ്കതയോടെ പറഞ്ഞു, അയ്യപ്പൻ വിളക്ക് നടക്കുന്ന സമയമാണെങ്കിൽ 35 രൂപ വരെ കിട്ടും. അപ്പോൾ മൂപ്പർക്ക് ഈ പിണ്ടിയും പോളയും കൊണ്ട് അറിയാവുന്ന ഏക പണി അയ്യപ്പൻ വിളക്കിൻ്റെ 5 അമ്പലം കിട്ടുമ്പോൾ ഈ പിണ്ടിയും പോളയും കൊടുക്കലാണ്. ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഇപ്പോൾ 21-ന് മാരാക്കല ബനാന റിസർച്ച് സ്റ്റേഷനിൽ ആരെങ്കിലും നേരം കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് വന്നാൽ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ടുള്ള ബനാന റിസർച്ച് സെൻറ്റർ, വാഴ ഗവേഷണ കേന്ദ്രം മാരാക്കലിൽ, അവിടെ വന്നാൽ ഒരു വാഴയുടെ സമൂലത്തിൽ നിന്നുണ്ടാക്കാവുന്ന 92 ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും അതിൻ്റെ നിർമ്മാണവും നിങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റും. നമുക്ക് വാഴ കൊണ്ട് ആകെ അറിയാവുന്നൊരു പണി കൊല വെട്ടി കൊടുക്കലാണ്. വേറെ ഒന്നുമില്ല. കൊല വെട്ടി കൊടുക്കലല്ലാതെ മറ്റൊരു പണിയും നമുക്കറിയില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ നിലനിൽക്കുന്ന ജീവിതാവസ്ഥയിൽ നിന്നുകൊണ്ട് പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനമായി ഇടപെടാൻ പറ്റുന്നത് സ്ത്രീകൾക്കാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കേരളത്തിലെ ഗവൺമെൻറ് 1ാം വർഷം വന്നപ്പോൾ വ്യവസായ വകുപ്പ് പഞ്ചായത്തുകളിലേക്ക് ഇൻറ്റേണുകളെ വിട്ടുകൊണ്ട് ഒരു സ്ഥലത്ത് ഒരു ഉൽപ്പന്നം എന്നൊക്കെ പേര് പറഞ്ഞ് രാജീവ് വാശിയോടെ ക്യാബിനറ്റിൽ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്, 100,000 സംരംഭങ്ങൾ ഉണ്ടാകും. അപ്പോൾ സാധാരണ മലയാളിയുടെ സ്വഭാവം ഉണ്ടല്ലോ, നടന്നത് തന്നെ. അങ്ങനെ മനസ്സിലാലോചിച്ച് ആദ്യ വർഷം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എറണാകുളത്തെ ഇൻഡോർ ഓപ്പൺ സ്റ്റേഡിയത്തിൽ വിളിച്ചു കൂട്ടപ്പെട്ടപ്പോൾ അത്ഭുതത്തോടെ കേരളം തിരിച്ചറിഞ്ഞു, ഒരു വർഷക്കാലം കൊണ്ട് 1,25,382 സംരംഭങ്ങൾ ഈ കേരളത്തിൽ ആരംഭിച്ചു. ഇന്നത് 3,35,000 സംരംഭങ്ങളായി മാറി. അതുകൊണ്ടാണ് തണുത്ത ഡൽഹിയിലെ പ്രഭാതത്തിൽ ചൂരൽമലയ്ക്ക് പോലും പണം തരാത്ത കേന്ദ്ര ഗവൺമെൻറ് നേരിട്ട് കണ്ട രാജീവിനോട് നിനക്കു തന്നെ 1ാം സ്ഥാനം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തെ ഇന്ത്യയിലെ ആദ്യത്തെ വ്യവസായ വാണിജ്യ സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റിയത്. ഒഴിവാക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. ഒരു നിവൃത്തിയുമില്ല. ആവുന്ന പണികളെല്ലാം നോക്കി 8 ഡിപ്പാർട്ട്മെൻറ്റുകളെ പരിശോധിച്ചു. റവന്യൂവും LSTDയും ഉൾപ്പെടെ. അവരുടെ ധൈര്യം ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ റവന്യൂ LSTDയും വന്നാൽ എപ്പോഴും നമ്മൾ പുറകിലാകുമല്ലോ. അതിലും നമ്മൾ 1ാം സ്ഥാനത്താക്കി. 8ലും 1ാം സ്ഥാനം വ്യവസായത്തിൽ ഈ കേരളത്തിന്. ഞാൻ അവസാനിപ്പിക്കുന്നു. അതുകൊണ്ട് കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് നടത്തിയ മാതൃകാപരമായിട്ടുള്ള ഒരു നടപടിയുണ്ട്. മാതൃകാപരമായ ഒരു നടപടി. ആ നടപടിയുടെ വ്യക്താക്കളാക്കാൻ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് 1997 EK നയനാർ എന്ന ദീർഘവീക്ഷണമുള്ളൊരു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളം കണ്ടെത്ത കുടുംബശ്രീയെപ്പോലെ നവീനവും ശ്രദ്ധേയവുമായൊരു പുത്തൻ മാതൃക നമ്മുടെ പക്ഷത്തുണ്ടാകും. കേരളം ഒരു സ്ത്രീപക്ഷ ചിന്തയിലേക്ക് കൂടി കടക്കുന്ന ഒരു ഘട്ടമാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീപക്ഷ ചിന്തയുടെയും സ്ത്രീ ശാക്തീകരണത്തിൻ്റെയും പുതിയ കാലം സൃഷ്ടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. മലയാളം അങ്ങനെ നഷ്ടപ്പെട്ടു പോകാവുന്ന ഒന്നല്ല മലയാളത്തിൻ്റെ മാനവികത. ഈ കഠിനമായിട്ടുള്ള ഘട്ടത്തിൽ ദുരന്തത്തിൻ്റെ പർവ്വതം കയറി നിൽക്കുന്ന കേരളത്തെ കിട്ടാവുന്ന എല്ലാം എടുത്ത് ആക്രമിക്കുമ്പോഴും കേരളത്തിൻ്റെ ധൈര്യം എന്താ? എല്ലാ വിധത്തിലും വഴിയിൽ പോകുന്നവർക്കൊക്കെ കൊട്ടാൻ പറ്റിയ ചെണ്ട പോലെ ഈ ദുരന്തത്തിൻ്റെ ഘട്ടത്തിലും കേരളത്തെ കേന്ദ്രീകരിക്കുമ്പോൾ കേരളത്തിനുള്ള ധൈര്യം എന്താ? ആ ധൈര്യം ചെറുതല്ല. ജൂലൈ 30-ാം തീയതി രാവിലെ പ്രത്യേക എയർക്രാഫ്റ്റിൽ ചൂരൽമലയിലെ ദുരന്തത്തിന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോയ 3 മന്ത്രിമാരിൽ ഒരാളാണ് ഞാൻ. 1 മാസത്തോളം അവിടെ ഉണ്ടായിരുന്നു. ജീവിതത്തിൽ എപ്പോഴും, പ്രത്യേകിച്ച് സ്ത്രീപക്ഷ യോഗങ്ങളിൽ പോകുമ്പോഴെപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതും മരണം വരെ മനസ്സിൻ്റെ ചുമരുകളിൽ എഴുതി പിടിപ്പിക്കാവുന്നതുമായ 3 വരികൾ
എനിക്ക് ലഭ്യമായത് ആദ്യത്തെ ദിവസമാണ്. ജൂലൈ 30 രാത്രി 12:30 മണി കഴിഞ്ഞ നേരത്ത് ആസ്റ്റർ മെഡിസിറ്റിയുടെ ചോരയും കണ്ണീരും വീണ വഴികളിലൂടെ ഭ്രാന്തമായ മനസ്സോടെ നടക്കുന്ന ഒരു നേരം, നിരത്തിക്കിടത്തിയ മരണപ്പെട്ടവരെ അന്വേഷിച്ചു വരുന്ന മനുഷ്യരുടെ ആർത്തനാദങ്ങൾ, കൈകാലുകൾ അറ്റുപോയവരും ബന്ധപ്പെട്ടവരെ കാണാൻ പറ്റാത്തവരും എല്ലാം നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിയുന്നവരുമായിട്ടുള്ള മനുഷ്യരുടെ പുലമ്പലുകൾ, അതിൻ്റെ നടുവിലൂടെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനസ്സിലുണ്ടാകുന്ന, മന്ത്രിയേക്കാൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ മനസ്സിലുണ്ടാകുന്ന ഭ്രാന്തമായ അനുഭവങ്ങളുടെ നടുവിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ കിളി ചലച്ചു. സാധാരണ വാട്സപ്പിലെ സന്ദേശം ആ നേരത്ത് നോക്കുന്നയാളല്ല ഞാൻ എന്ന് മാത്രമല്ല, ഏതെങ്കിലും ഒരു ഒഴിവു നേരത്തല്ലാതെ അത് തുറക്കേണ്ടതില്ല എന്ന് പലപ്പോഴും വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അപ്പോൾ പലയിടത്തും റേഞ്ച് കിട്ടാത്തത് കൊണ്ട് മുഖ്യമന്ത്രി മുതൽ കളക്ടർ വരെ കാണാത്ത നേരത്തു പരസ്പരം വിളിക്കാൻ പറ്റാതെ വരുമ്പോൾ അയക്കുന്നത് മുഴുവൻ സന്ദേശങ്ങളാണ്. കിളി ചിലച്ചപ്പോൾ ഞാൻ ആ സന്ദേശം എടുത്തു നോക്കി. ആ സന്ദേശം കിലയിൽ UN വിമൻസിൻ്റെയും കിലയുടെയും കൊടകര ബ്ലോക്കിൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ധീരകളായിട്ടുള്ള ഈ വനിതകളുടെ മുമ്പിൽ നിൽക്കുന്ന നേരത്തു വരെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ലാത്ത ഒരു പെൺകുട്ടിയുടെ സന്ദേശമാണ്. അതുവരെ കാണാത്ത മന്ത്രിക്ക് ഒരു പെൺകുട്ടി ഒരു സന്ദേശം അയച്ചിരിക്കുന്നു. എന്നെക്കാൾ പ്രായം കുറഞ്ഞതാണ് ആ പെൺകുട്ടി എന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ഒരു കുഞ്ഞിന് ജന്മം കൊടുത്തത് കൊണ്ട് മലയാളത്തിൻ്റെ ഏറ്റവും വിശിഷ്യ പദങ്ങളിലൊന്നായ അമ്മ എന്ന പദം അലങ്കരിക്കാൻ അവസരം കിട്ടിയ ഒരു പെൺകുട്ടി. അവരെനിക്ക് എഴുതിയ സന്ദേശത്തിൽ 3 വരികളേ ഉള്ളൂ. സാർ, TV-യിൽ കാണുന്ന വാർത്തകൾ കരളു പിടയ്ക്കുകയാണ്. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്നൊരു വാർത്ത ഒരു ചാനൽ ഇപ്പോൾ എഴുതി കാണിക്കുന്നു. മുലകുടിക്കുന്ന കുട്ടികൾ അമ്മമാരാൽ വേർപെട്ടു എന്ന വാർത്ത ശരിയാണെങ്കിൽ വിളിപ്പാടകല നിറമാറുമായി ഒരമ്മ കാത്തിരിക്കുന്നുണ്ട് എന്ന് അങ്ങ് അവരെ അറിയിക്കണം എന്നാണ് എനിക്ക് ലഭ്യമായിട്ടുള്ള ആ സന്ദേശത്തിലെ വരി. അതാണ് മലയാളത്തിൻ്റെ ധൈര്യം. എത്രമേൽ ഒറ്റപ്പെടുത്തിയാലും കേരളം തിരിച്ചു വന്ന് അവസാനത്തെ ദുരന്തബാധിതനെ കൂടി പുനരധിവസിപ്പിക്കാതെ ചുരമിറങ്ങില്ല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഞങ്ങളുടെ കരുത്ത് കാലദേശങ്ങൾക്കപ്പുറത്ത് പേരറിയാത്ത നാട്ടിൽ രക്തബന്ധങ്ങളൊന്നുമില്ലാത്ത ഒരു കുഞ്ഞ് മുല കിട്ടാൻ ചുണ്ട് വിറയ്ക്കുന്നുണ്ട് എന്നറിയുമ്പോൾ മാറ് ചുരത്തുന്ന മാതൃത്വമാണ് മലയാളത്തിൻ്റെ അന്തസ്സ് എന്നുള്ളത് കൊണ്ടാണ് ആ വലിയ മുന്നേറ്റത്തിൽ ധൈര്യത്തോടെ ഹൃദയത്തിൽ ഉയർത്തിപ്പിടിച്ച് ഇച്ഛാശക്തിയോടെ മുന്നോട്ട് പോകാൻ നമുക്ക് ധൈര്യം തരുന്നത്. ഇത് ചരിത്രത്തിൻ്റെ ഭാഗമാകും. നാളെ നമ്മളെല്ലാം മാറും. പക്ഷേ ചരിത്രത്തിൽ ഈ വലിയ സാന്നിധ്യം, ഈ വലിയ ഇടപെടൽ ഇനി വരാൻ പോകുന്ന തലമുറകൾക്ക് മുഴുവൻ ആവേശവും അഭിനിവേശവുമായിട്ടുള്ള ഒരു പുതിയ ആശയത്തിലേക്ക് പോയി എന്ന് നമ്മുടെ കാലത്ത് നമുക്ക് വിളിച്ചു പറയാൻ കഴിയുന്ന ഈ പരിപാടിയുടെ സംഘാടകർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി എല്ലാ ആശംസകളും അറിയിക്കുന്നു. രാവിലെ എത്തിച്ചേരേണ്ടതാണ്. പക്ഷേ 9 മണിക്ക് ആരംഭിച്ച കരുതലും കൈത്താങ്ങും എന്ന അദാലത്തിൽ ചോറുണ്ണാൻ പോയിട്ടൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിയത് 4:50-നാണ്. കഴിഞ്ഞ ഉടനെ നിങ്ങളെ കാണാൻ വേണ്ടി എത്തിച്ചേർന്നു. വൈകിയതിൽ ക്ഷമിക്കണം എന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ഒരുപാട് തിരക്കുകൾക്കിടയിലും നമ്മുടെ ഈ സംരംഭത്തെ, നമ്മുടെ ഈ കോൺക്ലേവിനെ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടിയും ഒരുപാട് വിവരങ്ങൾ നമുക്ക് മുൻപിൽ അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്ത ബഹുമാനപ്പെട്ട റവന്യൂ വകുപ്പ്, ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി ശ്രീ രാജൻ അവർകളെ ആദരിക്കുന്നതിന് വേണ്ടി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. നമുക്ക് നമ്മുടെ സെഷൻ തുടരാം. ദയവേത് പാനലിസ്റ്റുകൾ സ്റ്റേജിലേക്ക് എത്തിച്ചേരണമെന്ന് അറിയിക്കുന്നു. ഒരു മൊമെൻറ്റോ, ഡോക്ടർ ബിജുവിന് അത്യാവശ്യമായിട്ടൊരു ട്രെയിൻ പിടിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് പോകണം. അദ്ദേഹത്തിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സവിത രാജീവിനെ ക്ഷണിക്കും. കൊടുക്കും. അടുത്ത പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഡോക്ടർ സിന്ധുവിനെ ക്ഷണിക്കുന്നു. മാഡം പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് കണ്ടിന്യൂ. എൻ്റെ പേര് ഡോക്ടർ സിന്ധു ആർ ബാബു. ഞാൻ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. എനിക്ക് ആദ്യമായിട്ട് സംഘാടകരുടെയും
പ്ലസ് പീജ മാം, UN വിമനിലെ പീജ മാമിനോടും നന്ദി പറയണം. ബിക്കോസ് അതുവരെ എനിക്ക് അറിഞ്ഞൂടാത്ത ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. അപ്പം താങ്ക്സ് എ ലോട്ട് മാം. എൻ്റെ മലയാളം അത്രയും നല്ലതല്ല, സോ ഐ എം ഗോയിങ് ടു പ്രസൻറ്റ് ഇൻ ഇംഗ്ലീഷ്. പ്രോബബ്ലി എല്ലാവർക്കും അത് പ്രശ്നമില്ലെന്ന് തോന്നുന്നു. ഞാൻ ആക്ച്വലി ടൂറിസം പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്. അപ്പം എൻ്റെ എൻ്റർപ്രണർഷിപ്പ് ഞാൻ പറയുന്നത് വിമൻ ടൂറിസം എൻ്റർപ്രൈസസിൻ്റെയാണ്, എൻ്റർപ്രണേഴ്സിൻ്റെയാണ്. നെക്സ്റ്റ് സ്ലൈഡ്. ഒരു വീഡിയോ കണ്ടിട്ട് നമുക്ക് തുടങ്ങിയാലോ?
ഹോപ്പ് യു ഓൾ എൻജോയ്ഡ്. ആളുകൾക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയോ? ഇതെന്താണെന്ന് വെച്ചാൽ ദിസ് ഇസ് ടെക്നോളജി, ആൻഡ് ടെക്നോളജി ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നേരത്തെ ഒരു സാറ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പറ്റി പറഞ്ഞു. ഇപ്പോഴത്തെ കാലം ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. എന്താണ് GAI എന്നുള്ളതാണ്. നെക്സ്റ്റ് ഇസ് GAI. സോ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ ഇത് സ്പെഷ്യലി നമ്മളുടെ ടൂറിസത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് വി ട്രൈ ടു ക്രിയേറ്റ് ദി ഇമേജസ്. നമ്മൾ ടൂർ ഓപ്പറേറ്റേഴ്സ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണെങ്കിൽ നമുക്ക് ടൂർ ഓപ്പറേറ്റ് ചെയ്യാൻ ഈസിയാണ്. ഇമേജിങ്, പൊസിഷനിങ് അതെല്ലാം ഉപയോഗിക്കാം. നെക്സ്റ്റ്, സോ ഇറ്റ്സ് ഓൾ അബൌട്ട് സ്മാർട്ട് ടൂറിസം, സ്മാർട്ട് ബിസിനസ്. ഇപ്പോൾ നേരത്തെ കാണിച്ച വീഡിയോകളെല്ലാം തന്നെ സ്മാർട്ട് ഡെസ്റ്റിനേഷൻ, സ്മാർട്ട് ഹോട്ടൽ, സ്മാർട്ട് എയർപോർട്ട് ഒക്കെ ആയിരുന്നു. ആൻഡ് ഇനിയുള്ള കാലത്ത് നമുക്ക് സ്മാർട്ട് ഡെസ്റ്റിനേഷൻസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. നെക്സ്റ്റ്, സോ വാട്ട് ഈസ് GAI? GAI എന്ന് പറയുന്നത് IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അതൊക്കെയാണ്. പ്ലസ് ഇനിയുള്ള ട്രെൻഡ് എന്ന് പറയുന്നത് 2025 ടൂറിസത്തിന് ഏറ്റവും കൂടുതൽ ഊനം കിട്ടുന്നത് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലായിരിക്കും. നെക്സ്റ്റ്, ആൻഡ് India is considered to be the 5th in the world in terms of GAI. Next slide. സോ ഇപ്പോഴത്തെ ഒരു എക്സിസ്റ്റിംഗ് ടൂർ പാക്കേജസ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളെല്ലാവരും ഒരു വെബ്സൈറ്റ്, എനിക്കൊന്ന് ഇവിടെ വിമൻ ഓൺട്രപ്രണേഴ്സ്, ടൂറിസം വിമൻ ഓൺട്രപ്രണേഴ്സ് എനിക്കറിയാവുന്ന ആളുകളുണ്ട്. അല്ലാതെ ആരെങ്കിലും ഉണ്ടോ വിമൻ ടൂറിസം ഓൺട്രപ്രണേഴ്സ്? ആരുമില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ പാക്കേജസ് ഡെവലപ്പ് ചെയ്യുന്നത് ഒരു വെബ്സൈറ്റിനകത്ത് പാക്കേജ് ഇടും, അത് സെലക്ട് ചെയ്യുന്നു, പേയ്മെൻറ്റ് ഗേറ്റ്വേയിലോട്ട് പോകുന്നു, നമ്മൾ പേ ചെയ്യുന്നു. പക്ഷേ ഇനി നെക്സ്റ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നെക്സ്റ്റ് സ്ലൈഡ്, ദാറ്റ് ഈസ് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻറ്ററാക്ഷൻ നമുക്ക് ചെയ്യാൻ പറ്റണം. ആ പേഴ്സണലൈസ്ഡ് ഇൻറ്ററാക്ഷൻ നമുക്ക് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വഴിയാണ് പറ്റുക. അപ്പം നെക്സ്റ്റ് സ്ലൈഡ്, ഞാൻ ഒരു മോഡൽ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ നമ്മളൊരു ആൾ സെലക്ട് ചെയ്യുന്നു, ഒരു വെബ്സൈറ്റിൽ പോകുന്നു, കുറേ പാക്കേജസ് നോക്കുന്നു. നിങ്ങൾ കണ്ടു കാണും, കുറേ പേർക്ക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ടൂർ പാക്കേജസ് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഡേയ്സ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഐറ്റിനറി ഉണ്ടാക്കി തരും. പക്ഷേ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ചില ആളുകൾ ഒറ്റയ്ക്ക് പോകാൻ, നമ്മളെല്ലാവരും ടൂറ് നടത്തുന്നത് ഗ്രൂപ്പ് ടൂർസാണ്, ആൻഡ് എല്ലാവരും പോകുന്നുണ്ട് ആളുകളുടെ കൂടെ. ബട്ട് ഈ ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ടെങ്കിൽ നമ്മളാരും അവരുടെ കൂടെ പോകണ്ട, നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, പാക്കേജസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസസ് കൂടുതൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ അതാണ് ഈ നെക്സ്റ്റ് ലാസ്റ്റ് എൻഹാൻസ്ഡ് ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ സപ്പോസ് ഒരു ടൂർ ഓപ്പറേറ്റർ അല്ലെങ്കിൽ ടൂറിസ്റ്റ് ഒറ്റയ്ക്കാണ് ഒരു സ്ഥലത്ത് പോകുന്നതെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ആപ്പ് വഴി തന്നെ അവർക്ക് അന്നേരം തന്നെ വേണമെങ്കിൽ വേറെ ഒരു ഐറ്റിനറി ഉണ്ടാക്കാം, അതിൻ്റെ കോസ്റ്റിംഗ് നമുക്ക് കിട്ടുന്ന രീതിയിൽ ചെയ്യാം. സോ ദാറ്റ് ഈസ് ദ ടെക്നോളജി. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വിമൻ ഓൺ ടൂറിസം എൻ്റർപ്രണർഷിപ്പ് 35% വേൾഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിൽ ടെക്നോളജി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ബിസിനസ് കിട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നെക്സ്റ്റ് സ്ലൈഡ്, എനിക്കൊരു സജഷൻ ഗവൺമെൻറ്റിനുള്ളത്, നമ്മൾ ഏറ്റവും കൂടുതൽ വിമൻ ഓൺട്രപ്രണേഴ്സിന് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഏറ്റവും കൂടുതൽ അവയർനെസ് പ്രോഗ്രാംസ് കൊടുക്കണം. പ്ലസ് AI ലോൺ, ഡിജിറ്റൽ ലോൺ, പിന്നെ അതുപോലെ തന്നെ AIയുടെ ടൂർ മാപ്പ് എങ്ങനെ ഉണ്ടാക്കണം, അതുപോലെ തന്നെ വേണമെങ്കിൽ ഒരു വെർച്വൽ റിയാലിറ്റി പാർക്ക് വേണമെങ്കിൽ നമുക്ക് കേരളത്തിൽ ഒന്നുണ്ടാക്കാം. ജസ്റ്റ് ലൈക്ക് ഇറ്റ് ഈസ് ഡൺ ഇൻ ചൈന. ഒരു വെർച്വൽ റിയാലിറ്റി പാർക്ക് എവിടെ ആളുകളെല്ലാവരും വന്ന് അവർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. പ്ലസ് വെർച്വൽ ഡെസ്റ്റിനേഷൻസ്. നമുക്കറിയാം ഒത്തിരി സ്ഥലങ്ങളും നമുക്ക് പോകാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു ഡെസ്റ്റിനേഷൻ ഔട്ട്സൈഡ് ഇന്ത്യ, USA ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി പൈസ വേണം. അതിന് പകരം 360 ഡിഗ്രി ക്യാമറ അല്ലെങ്കിൽ 360 ഡിഗ്രി അല്ലെങ്കിൽ വെർച്വലായിട്ട് AR ഉപയോഗിച്ചിട്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അവരെ ടൂർ ചെയ്യിപ്പിക്കാം.
ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ. അപ്പോൾ അതിനും നമുക്ക് വേണമെങ്കിൽ വിമൻ ആന്ത്രപ്രനേഴ്സിന് ഇൻകം കിട്ടുന്ന രീതിയിൽ ആക്കാൻ പറ്റും. സോ ഇത്രയാണ് എൻ്റെ സജഷൻസ്. സോ that's the future. Future is that AI based tourism is going to come. നമ്മൾ ടെക്നോളജീനെ വേണ്ടാന്ന് വെക്കരുതും. ബിക്കോസ് ടെക്നോളജി ഇപ്പോൾ എനിക്ക് തോന്നുന്നു മൊത്തം എല്ലാവരും പറഞ്ഞത് ടെക്നോളജി വേണമെന്നാണ്. നമുക്കത് മാറ്റി നിർത്താൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ചെറിയ കമ്പനിയുണ്ട് യൂണിവേഴ്സിറ്റിയിൽ, ഒരു ഫാക്കൽറ്റി സ്റ്റാർട്ടപ്പ്. ആൻഡ് ഞാനത് ജനറേറ്റീവ് AI ആക്കാൻ നോക്കുകയാണ്. സോ ദാറ്റ് ആളുകൾക്ക് അത് കൂടുതൽ നമ്മളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ഈസി ആയിരിക്കും. നമ്മൾ അവരുടെ അടുത്ത് ചെന്ന് പ്രൊമോട്ട് ചെയ്യേണ്ട, അവർ തന്നെ ഇങ്ങോട്ട് നമ്മളുടെ അടുത്ത് വരും. സോ അതുകൊണ്ട് എനിക്ക് ഷീ വർക്ക് സ്പേസിൽ പറയാനുള്ളത്, വർക്ക് സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ഒരു കൂടുതൽ ടെക്നോളജി ബേസ്ഡ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അങ്ങനെ പോലത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമുക്ക് കൂടുതൽ ബിസിനസ് കിട്ടും. താങ്ക് യു. Thank you, Dr. Sindhu. Now I request Ms. Rajati Johnson. Good evening to all. My name is Rajati Johnson and I'm here to present an in-depth analysis of empowerment of trans women in Kerala, especially through the Kudumbashree Mission and broader gender empowerment policies. And the study focuses on how trans women, especially and other gender minorities, historically marginalized group, have been integrated into Kerala's socio-economic fabric and how inclusive development policies can uplift them. And we all know trans women in Kerala have historically been excluded from the mainstream society, subjected to social stigma, discrimination and lack of access to critical resources such as education, healthcare and employment. And despite Kerala's reputation for high literacy rates and progressive policies for women, trans women remain one of the most marginalized groups facing double discrimination based on both gender and sexuality. Legal recognition and societal acceptance have been slow to materialize, and as a result, trans women often struggle to find stable employment, secure housing, and build social connections. The marginalization not only affects their immediate livelihood, but also impairs their ability to participate fully in Kerala's development trajectory. And Kudumbashree has played a transformative role in empowering trans women by creating specialized TG neighborhood groups, TGNHGS. These groups are designed to provide a safe, supportive environment where trans women can engage in economic activities, develop entrepreneurial skills, and access financial resources. And each group is supported by the Kudumbashree Mission through initial seed funding, business training, and access to microcredit facilities. The goal is not only to enable financial independence, but also to foster a sense of belonging and recognition for trans women within the broader community. Several success stories illustrate the potential for trans women to thrive in Kerala's development ecosystem when provided with the necessary resources and support. One such example is Amrita Joseph Matthew, a trans woman from Kochi who turned her small-scale food business into successful enterprise. Starting with homemade pickles and juices, her products have gained significant recognition in the local market, and she has participated in national trade fairs. Another example is the Nikki Chips Collective from Kannur, which produces over 2,000 kg of chips each month. So with Kudumbashree support, this group has expanded its reach to national markets, demonstrating the scalability of trans women-led business. And the members of the collective who previously struggled to find stable employment now earn a steady income and enjoy greater social recognition. The success of these ventures goes beyond economic independence. It represents the breaking of stereotypes, both the capabilities of trans women.
Despite this success, trans women continue to series of challenges that hinder their full employment. One of the primary challenge is the pervasive social stigma and discrimination that face on a daily basis. This stigma often manifests as exclusion from social gatherings, workplace discrimination, and rejection by families. These societal attitudes limit trans women's ability to integrate into mainstream markets and economic systems. As a result, even when trans women succeed in building business, they often encounter resistance from customers, suppliers, and other market participants who may view their business as unconventional or not creditable. As a researcher, I propose an initiative to address the systematic exclusion of trans women and other gender minorities such as intersex individuals, lesbians, and bisexual women within Kerala's economic and social development frameworks. The Sangam initiative, which meaning convergence, and represent a transformative approach toward integrating trans women and gender minorities into Kerala's developmental frameworks, especially focusing on economic empowerment. Gender minorities such as trans women, intersex individuals, lesbians, and bisexual women remain largely excluded from these initiatives. And this systematic exclusion, characterized by stigma, discrimination, and limited access to opportunities, underscores the need for targeted interventions. And here Sangamam seeks to address this gap by converging trans women and gender minorities with existing social and economic programs, creating opportunities for them to contribute meaningfully to the state's growth. A crucial aspect of Sangamam initiative is its focus on social inclusion and breaking down societal stigma. The program recognizes that in addition to providing economic opportunities, sensitization and awareness building are essential to foster a more accepting environment. As a part of this initiative, workshops for Kudumbashree members, local officials, and employers will be conducted to challenge negative perceptions of gender diversity and promote inclusivity. Moreover, Sangamam will create roles such as community resource persons and peer mentors who can support gender minorities within their communities and serve as advocates within the developmental programs. By aligning with local self-governments and tapping into existing policy structures, Sangamam seeks to create a comprehensive environment for the social and economic empowerment of trans women and gender minorities. The expected outcome of Sangamam are both practical and far-reaching. The initiative is expected to increase the economic independence of gender minorities by providing targeted skills, training, safe workspaces, and financial resources. In conclusion, Sangamam, meaning convergence, is a pioneering initiative that addresses the exclusion of trans women and gender minorities in Kerala's developmental process. As a researcher committed to inclusive development, I believe Sangamam has the potential to drive meaningful change, and I urge stakeholders, policymakers, and communities to support its successful implementation in creating a more equitable society. Thank you. Thank you, Rajati Johnson. Now I request Ms. Rajpriya Rajiv for her presentation. A very good evening, everyone. I'm Rajpriya Rajiv, final year BA Journalism Honours student under Department of Media Studies, Christ University, Bangalore. My research paper is titled Entrepreneurial Landscape in
Urban Cities of India, Analysis of Challenges and Opportunities for Women, Entrepreneurs in Unorganized Sectors in Bangalore. My co-authors are Nila IG, Ms. Manza Brahmanayagam, first year BA Media Journalism students, and Dr. Jess Marilyn P. Agustin, Assistant Professor, Department of Media Studies, Christ University, Bangalore. Unfortunately, she is not present here today. Next slide, please. Yes. Entrepreneurship is a field for economic growth and social welfare today. Women entrepreneurs serve as catalysts for innovation and diversity, bringing fresh perspectives and problem-solving approaches to the table. Their willingness to engage in networking and mentorship fosters inclusive communities that embrace women entrepreneurship. The Government of India has defined women entrepreneurs as an enterprise owned and controlled by women having a minimum financial interest of 51% of the capital and giving at least 51% of the employment generated in the enterprise to women. Across all sectors, women are breaking the barriers, creating opportunities, and working hard to break the stereotypes to redefine their societal roles. In recent years, India has seen an outstanding rise in the women-led ventures, especially in entrepreneurial ecosystem. India has 63 million micro, small, and medium enterprises, of which around 20% are women-owned, employing 22 to 27 million people. Next slide, please. Bangalore, in particular, the Silicon Valley of India, provides a dynamic environment where women from various backgrounds work in fields ranging from technology to beauty to design. Despite these achievements, women entrepreneurs in India encounter problems. The bloom of online platforms and technology has created new opportunities for women to do home-based business. Government policies and schemes also extended their hands to women who wanted to reach heights and break the barriers. The present government, under the headship of Prime Minister Narendra Modi, launched the Startup India program in 2016 to support and nourish entrepreneurship across the country. Mudra Yojana scheme, Bharatiya Mahila Bank business loans, Annapurna schemes, Dena Shakti schemes, a few other government support schemes for women entrepreneurs. UN Women's We Empower Asia program, funded by and in partnership with the EU, seeks to increase the number of women who lead, participate, and have access to enhanced business opportunities in the private sector in 7 countries across the Asia-Pacific region, including India. Thus, this research aims to search opportunities, challenges, and awareness about government schemes and support among women. Next slide. So here, coming to the scope of the study, we try to examine the entrepreneurial landscape for women entrepreneurs in Bangalore, and we try to understand challenges faced by women entrepreneurs, including societal and cultural barriers, limited access to financial resources, balancing family responsibilities with business models. We explored opportunities for growth, including expanding market and collaborations, leveraging digital tools for business efficiency. Evaluated awareness of government programs, including financial aid, skill development programs, mentorship, and initiatives. Next slide. Yeah. So coming to the objectives of the study, we try to investigate the challenges of women entrepreneurs in urban cities, especially in Bangalore, and their experience in starting and growing their enterprises. We try to understand potential opportunities for the growth and development of enterprise owned by female entrepreneurs in Bangalore, and to determine the level of awareness among female entrepreneurs in Bangalore about the government support packages promoting business development. From here on, Nila will take over. Good evening, everyone. I'm Nila, first year BA Media and Journalism student from Christ University, Bangalore. Now I'm here to discuss about the review of literature. Tulis Tambunan is the author. In the year 2009, he did a research paper on
Women entrepreneurship in Asian developing countries, their development and main constraints. The research paper pointed out that women entrepreneurs are underrepresented in the region, primarily due to limited education, insufficient access to capital, and cultural barriers. The study found that many women in small medium enterprises belong to the category of forced entrepreneurs, driven to entrepreneurship as a means of improving their family income. Dr. Amandeep Singh and Manisha Raina in the year 2013 presented a paper, Women Entrepreneurs in Micro, Small and Medium Enterprises. The research explored the obstacles women entrepreneurs face in India, noting that while an increasing number of women entrepreneurship, especially in micro, small, medium enterprise sector, they still face significant barriers. Women have successfully balanced household responsibilities and work pressures while carving a space in male-dominated industries. In the year 1986, Donald D. Bowen and Robert D. Hestrich presented a paper on the female entrepreneur, a career development perspective. In that research paper, female entrepreneurs often have good educational backgrounds but lack in specialized management skills. They also noted that women entrepreneurs typically come from entrepreneurial families and are less likely to enter male-dominated fields. Next slide. In the year 2014, Dr. C.L. Gayatri Devi presented a paper on barriers of women entrepreneurs, a study in Bangalore urban district. The study highlighted societal constraints, limited financial access, lack of training, and difficulty balancing professional and domestic roles. It also emphasized the need for supportive policies and training programs to empower women in entrepreneurship. Dr. B. Sudha and Dr. S. Chitra in 2019 presented a paper on the topic Startup India, Stand Up India Initiative, the game changer of Indian entrepreneur. They analyzed Startup India Initiative, emphasizing its impact on promoting entrepreneurship, innovation and inclusivity, its success in reducing barriers for startups while addressing challenges like infrastructure gaps and limited awareness, and its significance in boosting India's entrepreneurial ecosystem. Next slide. Methodology. For this research, qualitative technique was used to analyze data. In-depth interviews with purposive samples of 10 women entrepreneurs operating across diverse sectors within Bangalore's unorganized workforce were conducted. This includes small-scale PG owner, medical shop owner, boutique owner, tailor shop owner, restaurant owner, stationery shop owner, beauty parlor owner. Structured interview questionnaire were designed to capture nuanced insights. Field visits to their business organizations were conducted to collect and analysis data for this research. Thematic analysis of this collected data were done to identify recurring patterns, major challenges, and emerging opportunities. From here on, Manza Brahmanayagam will take over. Good evening, everyone. I am Manza Brahmanayagam, BA Media and Journalism student from Christ University, Bangalore. So now I'm moving forward with the findings of our research. In terms of financial and gender barriers, women entrepreneurs confront significant financial obstacles and gender bias, particularly in the early phases of beginning their firms. Family support, whether through financial aid or shared obligations, is crucial in lessening the strain on female entrepreneurs. Women display resilience and adaptability by defying social expectations, focusing on client demands, and learning from the competitors. Next, the major concern, which is safety. It's a context-dependent issue, with some women subjected to harassment, while others feel safe, frequently due to the supportive surroundings and the safety precautions. Work-face balance, balancing both work and family commitments, is a recurring issue influenced by the societal norms. Next slide. There are numerous opportunities for women entrepreneurs in Bangalore, particularly in the fashion, education, and service industries, but safety worries remain. Training ranges from informal family learning to official courses with a hand-on experience, still regarded as essential.
business development programs offer critical foundation knowledge. Many small-scale female entrepreneurs underutilize social media networking. As a media student, we feel like those who use it know its potential for brand growth and customer engagement. Many women entrepreneurs, particularly in the early phases, are unaware of the government plans and policies. This underlines the need for further awareness initiatives to assist women in accessing relevant resources. Next slide, please. Next is diverse experiences with government schemes. Some women have successfully assessed government schemes such as Mudra loans, while others are frustrated owing to collateral restrictions and bureaucratic inefficiency. The next is the loan application procedure is frequently complicated, time-consuming, and not as simple as stated, making it difficult for the woman to profit these programs. Many women have not applied for these government schemes, either by choice or because they believe the process is ineffective. So, all these findings, we feel that there's a clear need to improve the accessibility and efficiency of the government assistance programs, emphasizing the increased awareness, simplified application processes, and more dependable financial aid. So, as we come to the conclusion, Bangalore's entrepreneurial ecosystem offers a mix of challenges and opportunities for women entrepreneurs. Significant obstacles such as societal norms, financial limitations, and ingrained gender biases exist, yet persistence and flexibility of women entrepreneurs showcase their resolve to overcome these challenges. The research underscores the pivotal role of our family support, community networks, and shared responsibilities in empowering women to balance both personal and professional commitments. While skill development programs and mentorship opportunities are advantageous, they need to be more closely aligned with the specific needs and goals of women entrepreneurs. Additionally, the lack of awareness and accessibility regarding government initiatives like Mudra Yojana and Stand Up India points to a pressing need for a streamlined processes, focused outreach, and financial inclusiveness. To fully realize the potential of women entrepreneurs, policymakers must tackle these systematic shortcomings. And also, a multifaceted approach is essential to cultivating an inclusive entrepreneurial ecosystem in Bangalore. I would also like to mention the limitations of the study. The research relies on in-depth interviews with only 10 women entrepreneurs, which may not capture the diverse experiences and perspectives across different industries, socioeconomic backgrounds, or business scales in Bangalore. Next, the findings are based on qualitative data gathered through interviews, which can be influenced by the personal biases, experiences, and perceptions of the participants. So this subjectivity may limit the generalizability of the results. Lastly, the scope of the study is confined to Bangalore only, a unique urban ecosystem with advanced infrastructure and resources. The challenges and opportunities identified may not fully represent the experiences of women entrepreneurs in urban regions or metro cities. These are the references. With this, we come to the end of this presentation. Thank you so much. Thank you, dear young and budding scholars. So our last presentation is by Sri Aji Narayanan KK. Sir, please. നമസ്കാരം, ഞാൻ അജി നാരായണൻ, ഒറ്റപ്പാലം NS ട്രെയിനിങ് കോളേജിലെ എഡ്യൂക്കേഷണൽ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥിയാണ്. എൻ്റെ കോ-പ്രസൻറ്റർ, എൻ്റെ ഗൈഡ് പ്രൊഫസർ ഡോക്ടർ സീമ മേനോൻ. പേര് കേൾക്കുമ്പോൾ തന്നെ ഇന്നത്തെ ഈ കോൺക്ലേവുമായിട്ട് പ്രത്യക്ഷത്തിലൊരു ബന്ധമില്ല എന്ന് നമുക്ക് തോന്നാം. പക്ഷേ നമ്മൾ കഴിഞ്ഞ സെഷനിൽ സ്റ്റാർട്ടപ്പുകളെ കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിതിൻ്റെ ഒരു ചെറിയൊരു സംക്ഷിപ്ത രൂപമാണ് ഇവിടെ സംസാരിക്കുന്നത്. സ്റ്റാർട്ടപ്പുകളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനമായിട്ടുള്ളൊരു എലമെൻറ്റ്
നമ്മുടെ മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റീനെ കുറിച്ചിട്ടുള്ളതായിരുന്നു. എങ്ങനെയാണ് മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്? ആ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ടാണ് ഓരോ സ്റ്റാർട്ടപ്പുകൾ ഡെവലപ്പ് ചെയ്തു വന്നിരുന്നത്. മറ്റേ തിങ്ക്, എനിക്ക് എൻ്റെ മുഴുവൻ പേര് ഓർമ്മ നിൽക്കുന്നില്ല, ആദ്യം സംസാരിച്ച അവർ പറഞ്ഞു 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവിടെ വന്നിട്ട് ഇൻക്യുബേറ്ററിൽ വന്നിട്ട് അവരുടെ ഐഡിയകൾ ഷെയർ ചെയ്യുകയും പുതിയ പുതിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ അവരുടെ ക്രിയേറ്റിവിറ്റിയുടെ ഡെവലപ്മെൻറ്റാണ്. ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെക്നിക്കാണ് ബ്രെയിൻ സ്റ്റോമിങ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുക എന്ന് പറഞ്ഞു. നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ വിദ്യാഭ്യാസ മന്ത്രി MA ബേബിയുടെ കാലഘട്ടത്തിൽ KCF കേരള കരിക്കുലം ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാഠ്യപദ്ധതി രൂപപ്പെടുത്തുകയും അതിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമായിരുന്നു ഇഷ്യൂ ബേസ്ഡ് പ്രശ്ന മേഖല വിദ്യാഭ്യാസ രീതി എന്നുണ്ട്. 8 ഇഷ്യൂകളായിട്ട് തരംതിരിച്ചിട്ടായിരുന്നു ആ വിദ്യാഭ്യാസ രീതി കൊണ്ടുപോയിരുന്നത്. ഇതിൻ്റെയൊക്കെ ബേസിൽ, അതായത് കൃഷി ഒരു ജീവിതചര്യ അല്ലാത്ത അവസ്ഥ, വിശ്വമാനവൻ എന്ന സംസ്കാരം രൂപപ്പെടാത്ത അവസ്ഥ, പരിസര സൗഹാർദ്ദപരമല്ലാത്ത നഗരവൽക്കരണം രൂപപ്പെടുന്നതിൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള 8 തരത്തിലുള്ള ഇഷ്യൂകളെ കുറിച്ചിട്ടായിരുന്നു അന്നത്തെ ആ KCFൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെയൊക്കെ ബേസിക്കായിട്ടുള്ള തിയറി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ജീൻ പിയാഷെയുടെ ജനസ്റ്റിക്കൽ എപ്പിസ്റ്റമോളജി എന്ന് പറഞ്ഞ ജൈവാനുകൽപ്പ സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വിലിബ്രിയം തിയറീനെ ബേസ് ചെയ്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്. മനുഷ്യ മനസ്സ് എപ്പോഴും ശാന്തമായിരിക്കാനാണ് ഇഷ്ടം. എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരികയാണെങ്കിൽ അത് ഡിസിക്വിലിബ്രിയത്തിലേക്ക് വരുന്നു. ആ ഡിസിക്വിലിബ്രിയത്തിനെ വീണ്ടും ഇക്വിലിബ്രിയം ആക്കുന്നതിന് വേണ്ടിയിട്ട് സ്കീമുകൾ ഡെവലപ്പ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ആ തിയറി പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതൊക്കെ പറയുന്നതിൻ്റെ സൈക്കോളജിക്കൽ തിയറികളെ കുറിച്ചിട്ടാണ്. അതുപോലെ തന്നെ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജെറോമസ് ബ്രൂണർ അമേരിക്കൻ വിദ്യാഭ്യാസ പദ്ധതിയെ തന്നെ മാറ്റിമറിച്ചുകൊണ്ട് ജെറോമസ് ബ്രൂണറുടെ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ, അതുപോലെ കൾച്ചർ ഫോർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ 2 പുസ്തകങ്ങൾ, അതിലൂടെയാണ് അദ്ദേഹം ഡിസ്കവറി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞത് കൊണ്ടുവന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പല സിദ്ധാന്തങ്ങളും വന്നതിൻ്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസത്തിൽ ക്രിയേറ്റിവിറ്റി കൊണ്ടുവരണം. ഇത് ഈ സ്ത്രീ വിദ്യാഭ്യാസവും അല്ലെങ്കിൽ പുരുഷ വിദ്യാഭ്യാസത്തിൻ്റെയും കാര്യത്തിലല്ല, മൊത്തത്തിൽ നമ്മുടെ ക്ലാസ് റൂമിൽ എങ്ങനെ ഇത് കൊണ്ടുവരണം. അതിന് ചെറിയൊരു ഉദാഹരണം പറയാം. നമുക്ക് അറിയാം, എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിട്ടുള്ളൊരു മിഠായിയാണ് കിൻഡർ ജോയ് എന്ന് പറഞ്ഞിട്ട്. കിൻഡർ ജോയ് മിഠായി മേടിക്കുമ്പോൾ കളിപ്പാട്ടങ്ങൾ കിട്ടും. ആ കളിപ്പാട്ടങ്ങൾ ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കുട്ടികൾക്ക് മേടിച്ചു കൊടുത്തിട്ടില്ല, മുമ്പ് കേട്ടതാണ്. ആ കളിപ്പാട്ടത്തിൽ തന്നെ ആൺകുട്ടികൾക്കുള്ള കളിപ്പാട്ടം, പെൺകുട്ടികൾക്കുള്ള കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ തരംതിരിവുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്കൂളിൽ PT പീരീഡിൽ കളിക്കാൻ വിടുമ്പോൾ ആൺകുട്ടികൾക്ക് ഫുട്ബോൾ എടുത്ത് കൊടുക്കുന്നു, പെൺകുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള കളികൾ, റിങ് തുടങ്ങിയിട്ടുള്ള കളികളിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ നമ്മുടെ തരംതിരിവ് അവിടുന്ന് മുതലൊക്കെ തന്നെ തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ആസ് എ ടൂൾ ഫോർ എംപവറിങ് ഗേൾസ് ഇൻ്റഗ്രേറ്റിംഗ് ക്രിയേറ്റിവിറ്റി ഇൻ ദ ക്ലാസ് റൂം ഫോർ സോഷ്യൽ ചേഞ്ച് എന്നാണ് എൻ്റെ ഒരു പേപ്പറിൻ്റെ പേര്. ഞാൻ ആർട്ട് ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷനിൽ റിസർച്ച് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക്. Introduction. Women empowerment is the process by which women become aware of gender-based unequal power relationship and acquire a greater voice in which to speak out against the inequality found in the home, workplace, and community. It is the process of removing barriers that prevent women from making life choice and having a greater say in society. Next. Art as a tool for girls' empowerment. Art possesses the power to amplify women's voice, break down stereotype, and advocate for gender equality. Through feminist arts movement, exhibition focused on women, and collaborative initiatives, art can drive social change and empower women from all walks of life. Art integrated classroom. It is a teaching and learning approach that use art to help students learn concept and develop skill across subject. AIL, that is art integrated learning, can help students develop critical thinking, learn to observe the world more carefully, and connect with their culture. It can also help students who might not otherwise be engaged in classwork. It includes interdisciplinary learning, creativity and expression through
Active and experiential learning students pick up knowledge by doing. Collaboration and communication, emotional and cognitive development, inquiry-based learning, diverse and inclusive learning environment, real-world connections, student-centered learning, reflection and critical thinking. Art integrated classroom, fostering girls' empowerment and social changes. It combating gender stereotype, encourage confidence and self-expression, fostering emotional and social learning, gaining proficiency in problem solving and critical thinking, developing girls as an agent of change, encourage teamwork and initiative, encourage diversity of opinion and inclusivity, use art to promote advocacy and awareness, establish secure areas for discussion and introspection. Conclusion, art empower girls to express themselves, challenges norms and develop confidence, leadership and empathy by fostering critical thinking and addressing issues like gender equality and social justice. Art help girls explore their identities, advocate for change and inspire inclusive communities. Integrating art in education cultivate creativity, resilience and vision for a better future. That is my presentation. Thank you. താങ്ക് യു. സോ ദാറ്റ് വാസ് അവർ ലാസ്റ്റ് പ്രസൻറ്റേഷൻ. വളരെ പ്രധാനപ്പെട്ട സ്കോളർലി ആയിട്ടുള്ള 5 പ്രസൻറ്റേഷനാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നടന്നത്. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നതെന്ന് തന്നെ പറയാം. ആദ്യത്തെ ഡോക്ടർ ബിജു സാറ് തമിഴ്നാട് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. അദ്ദേഹം ടെക്നോളജിക്ക് അകത്തും പുറത്തുമുള്ള എൻ്റർപ്രണർഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നതിനെക്കുറിച്ചിട്ടും അതിനപ്പുറം കോർപ്പറേറ്റുകൾ മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എങ്ങനെ വന്നു എങ്ങനെ മാതൃകയായിരുന്നു എന്നതിനെക്കുറിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനിൽ സംസാരിച്ചത്. നമുക്ക് കൂടെ ഉണ്ടായിരുന്ന അതിനുശേഷം സംസാരിച്ചത് ഡോക്ടർ സിന്ധു മാഡം MG യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ജനറേറ്റീവ് AI ഒരുപക്ഷെ പുതിയ നൂതന സാങ്കേതിക വിദ്യകളെ എങ്ങനെ വളരെ സ്ത്രീ സൗഹൃദപരമായ രീതിയിലേക്ക് സംരംഭകത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാമെന്നതിനുള്ള ഉദാഹരണവും മാഡം തന്നെ ഒരു എൻ്റർപ്രണറാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗവേഷണ പ്രബന്ധമാണ് മാഡം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. മിസ് രാജാത്തി ജോൺസൺ വളരെ വ്യത്യസ്തമായ ഒരുപക്ഷെ ട്രാൻസ് വുമണിനെയും ട്രാൻസ്ജെൻഡേഴ്സിനെയൊക്കെ ലെഡ് ബിസിനസ് എങ്ങനെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസനത്തെ മുന്നോട്ട് നയിക്കണം എന്നതിനെക്കുറിച്ചിട്ടും ഒരു ഇൻക്ലൂസീവായിട്ടുള്ള സൊസൈറ്റി വരുത്തുന്നതിനെക്കുറിച്ചിട്ടുമൊക്കെ വളരെ വിശദമായിട്ട് ഒരുപക്ഷെ വളരെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഇച്ഛാശക്തിയോടുകൂടിയാണ് മിസ് രാജാത്തി ജോൺസൺ നമ്മളോട് അവതരിപ്പിച്ചത്. മിസ് ജേർണലിസം 3 ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിലെ കർണാടകത്തിലെ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള 3 റിസർച്ച് സ്കോളേഴ്സ് അവർ കർണാടകത്തിൽ ഒരു കേസ് സ്റ്റഡി എന്ന രീതിയിൽ ഒരു 10 ഒരുപക്ഷെ ഒരു ഫെമിനിസ്റ്റ് ലിറ്ററേച്ചർ ഒരു 10 ഈവൻ ദോ ഇറ്റ് വാസ് 10 കേസ് സ്റ്റഡീസ് ഇറ്റ് റെപ്രസെൻറ്റ് മെനി തിങ്. അപ്പോൾ അത്തരത്തിൽ അവരുടെ പ്രൊഫസേഴ്സിൻ്റെയും കൂടെ സഹകരണത്തോടു കൂടിയാണ് ഈ യങ് സ്കോളേഴ്സ് അവരുടെ ഒരു റിസർച്ച് സ്റ്റഡി നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചത്. അത് കഴിഞ്ഞിട്ട് ശ്രീ അജി നാരായണൻ, അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണം ചെയ്യുന്ന വ്യക്തിയാണ്. ഒരുപക്ഷെ ഈ പറയുന്ന ജെൻഡർ സ്റ്റീരിയോ ടൈപ്പുകളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ പഠിച്ച് വളരുന്നതാണ്. അതുകൊണ്ട് ക്രിയേറ്റിവിറ്റിയും ആർട്ടും ഒക്കെ ജെൻഡർ ന്യൂട്രലായിട്ട് അല്ലെങ്കിൽ ജെൻഡർ സെൻസിറ്റീവായിട്ട് ഉപയോഗിച്ചുകൊണ്ട് ആളുകളുടെ സ്ത്രീകളുടെ ആവട്ടെ പുരുഷന്മാരുടെ ആവട്ടെ എല്ലാം ട്രാൻസ്ജെൻഡേഴ്സ് അടക്കമുള്ള മനുഷ്യരുടെ ക്രിയേറ്റിവിറ്റി വളർത്തി എങ്ങനെ അവരെ സംരംഭത്തിലേക്ക് നയിക്കാം എന്നതിനെക്കുറിച്ചിട്ടുള്ളൊരു വലിയ പഠനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് പ്രസൻറ്റ് ചെയ്ത്. അത്തരത്തിൽ വളരെ വൈവിധ്യമാർന്ന രീതിയിൽ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട സർവകലാശാലകളിലെയും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും ഗവേഷകരും അധ്യാപകരുമാണ് നമ്മുടെ മുന്നിൽ ഇത് പ്രസൻറ്റ് ചെയ്ത്. താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ഹിയർ. ഈ ഒരു പരിപാടിയിൽ വരുന്നതിനും ഇതിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇനി കുറച്ച് സമയം വി ആർ റണ്ണിങ് ഔട്ട് ഓഫ് ടൈം. എന്നാൽ പോലും ഈ സ്കോളേഴ്സിനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ, എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും റിസർച്ച് മെത്തഡോളജിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതിന് ഉള്ള സമയമാണ്. ഒരു 5 മിനിറ്റ് നമുക്കതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. താങ്ക് യു. ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്നു. ദേ ആർ റെഡി ടു റെസ്പോണ്ട്.
ഷിവസ്പേസിൻ്റെ ഷീഹൈവ് രാവിലെ തന്നെ എത്തിച്ചേർന്ന് ഇവിടെ ഈ പരിപാടിയിൽ നമ്മൾ അവസാന ഘട്ടത്തിലെത്തിയിരിക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഇവിടെ പ്രസൻറ്റേഷൻ എല്ലാവരും ചെയ്തു. ഇവിടെ കേട്ടിരുന്നവർക്കെല്ലാം അത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ അവസാന ഘട്ടത്തിൽ എല്ലാവർക്കും ഇനി നാളെ രാവിലെ തന്നെ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. നമ്മുടെ റിസർച്ച് സ്കോളേഴ്സിന് ഒരു ഉപഹാരം നൽകുന്ന ചടങ്ങാണ്. ഉപഹാരം നൽകുന്നതിനായി കൊടകര ബ്ലോക്കിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ വിളിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഡോക്ടർ സിന്ധു മാമിനെ ക്ഷണിക്കുന്നു. ഉപഹാരം സ്വീകരിക്കുന്നതിനായി രാജാത്തി ജോൺസൺ. രാജ്പ്രിയ രാജീവ്. അജി നാരായണൻ കെ കെ. കില ഫാക്കൽറ്റി അമൃത് രാജ് സാർ. ഈ സെഷൻ്റെ നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി കൊടകര ബ്ലോക്കിൻ്റെ മെമ്പർ മിനി ഡെനി പനോക്കാരനെ ക്ഷണിക്കുന്നു. കിലയും കൊടകര ബ്ലോക്ക് പഞ്ചായത്തും UN വിമൻ ചേർന്ന് നടത്തുന്ന ഷീവർ സ്പേസിൻ്റെ കോൺക്ലേവ് അവസാന സെഷനിലെ മോഡറേറ്ററായിട്ടുള്ള ഡോക്ടർ അമൃതരാജ്, അതുപോലെ തന്നെ പേപ്പർ പ്രസൻറ്റേഷൻ ചെയ്ത ഡോക്ടർ ബിജു കെ, ഡോക്ടർ സിന്ധു, രാജാദി ജോൺസൺ, മിസ് രാജപ്രിയ രാജീവ്, അജി നാരായണൻ, അതുപോലെ തന്നെ നമ്മൾക്ക് വളരെ ലളിതമായി പുതിയ സംരംഭത്തെപ്പറ്റി പറഞ്ഞ റവന്യൂ ഭവന നിർമ്മാണ മന്ത്രി കെ രാജൻ അവരുകൾക്കും നമ്മളുടെ കൊടകര ബ്ലോക്കിൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർപേഴ്സണായ സജിത രാജീവിനും ദുസ്രവിച്ചിരിക്കുന്ന എല്ലാ സദസ്സിലെല്ലാവർക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി പറഞ്ഞു നിർത്തുന്നു. നന്ദി.